ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിന്ന് യു ഐ യു എക്സിന്റെ ഫണ്ടമെന്റൽസ് പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേര് അജയ് വർമ്മ. സോ ഇന്ന് കുറച്ച് ബേസിക് ഫണ്ടമെന്റൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ യു ഐ യു എക്സ് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. നമ്മൾ യൂസേഴ്സ് കാണുന്ന ഇന്റർഫേസിനെ ഡിസൈൻ ചെയ്യുന്നതാണ് യു ഐ ഡിസൈനിങ് എന്ന് പറഞ്ഞത്. ആൻഡ് യു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ യൂസർ എക്സ്പീരിയൻസ് ആണ്. സോ യു ഐ ഡിസൈനിങ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ് ആ ഒരു യു എക്സ് എന്ന് പറയുന്നത്, യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ യൂസർ എക്സ്പീരിയൻസ് മീൻസ് ലൈക്ക് ആ ഒരു യൂസർ ആ ഒരു ഇന്റർഫേസിന് എങ്ങനെയാണ് അവരുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ ഒരു റിസർച്ചിനെയാണ് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ ഇപ്പോ ഉം, ഒരു മൊബൈൽ ആണെങ്കിലോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണെങ്കിലോ ആ ഒരു യൂസർ കാണുന്നത് യൂസർ ഇന്റർഫേസ്, ആൻഡ് യു എക്സ് ഭാഗം വരുന്നത് ആ ഒരു എന്താ പറയാ ഇന്റർഫേസിലെ ബട്ടൺസ്, അതിന്റെ ഫീല്, അതിന്റെ ഒരു കളർ പാലറ്റ്, ആ ഒരു യൂസറിന് ആ ഒരു വെബ്സൈറ്റിന്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ ഒരു കാം സേഫ് പ്ലേസ് ആയിരിക്കണം. അപ്പൊ ആ ഒരു ഡിസൈൻ ആ ഒരു ഡിസൈൻ റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഒരു ഫീൽഡാണ് യൂസർ എക്സ്പീരിയൻസ്. ഇപ്പൊ ഒരു ബട്ടന്റെ പ്ലേസ്മെന്റ് ആണെങ്കിലോ ആഹ് ഒരു എന്താ പറയാ അങ്ങനെ കുറെ ബട്ടന്റെ പ്ലേസ്മെന്റ്, ആ ഒരു മൊബൈൽ ഇന്റർഫേസ് ഒക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിന്റെ ഇന്റർഫേസ് ഒക്കെ ആണെങ്കിലോ ആ ഓരോ കമ്പോണന്റിന്റെ പ്ലേസ്മെന്റ്, അതിന്റെ ആം, അതിന്റെ ആ ഒരു ലുക്ക് ആൻഡ് ഫീല്, അതൊക്കെയാണ് യു ഐ യു എക്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഫണ്ടമെന്റൽസ് ഉണ്ട്. ആം, ഒരു ആപ്പ് ഡിസൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോഴോ എന്താണെങ്കിലും നമ്മൾ യൂസർ കാണുന്ന എന്ത് ഇന്റർഫേസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആ ഒരു ഡിസൈൻ സെൻസ് വേണം. അത് യൂസർ ഇന്റർഫേസിൽ നമ്മള് ഫീൽ അല്ലെങ്കിൽ ലുക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ആ ഒരു യൂസറിന് ആ വെബ്സൈറ്റ് എത്രത്തോളം ഈസിലി ആക്സസിബിൾ ആണ്, അല്ലെങ്കിൽ ഈസിലി യൂസ് ചെയ്യാം, എത്ര അണ്ടർസ്റ്റാൻഡബിൾ ആണ് ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇന്റർഫേസ്, എത്രത്തോളം എഫിഷ്യന്റ്ലി അല്ലെങ്കിൽ ആ ഒരു യൂസറിനെ ഒരിക്കലും മടുപ്പിക്കാത്ത തരത്തിൽ ആ ഒരു ഇന്റർഫേസിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് യൂസർ എക്സ്പീരിയൻസ്. സോ അത്രയും ആണ് യു ഐ യു എക്സിന്റെ ഫണ്ടമെന്റൽസിൽ വരുന്നത്. അതിന് കുറെ ടെർമിനോളജീസ് ഉണ്ട്, കുറെ ടേംസ് വരുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ടേംസ് അല്ലെങ്കിൽ ആ ഒരു ടെർമിനോളജി ഓർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. സോ നമ്മൾ ഇന്ന് ഫണ്ടമെന്റൽസിൽ പറയാൻ പോകുന്നത് കുറെ ടെർമിനോളജീസ് ആണ്. ആ ടെർമിനോളജീസ് എന്തൊക്കെയാണെന്ന് ഓക്കെ ഞാൻ വെബ്സൈറ്റിൽ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഇതാണ് വെബ്സൈറ്റ്, യു ഐ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് വെബ്സൈറ്റിന്റെ പേര്. സോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 100 ടേംസ് ഓൾ ഡിസൈനേഴ്സ് ഷുഡ് നോ. അപ്പോൾ എല്ലാ എടാ, ഡിസൈനേഴ്സും അല്ലെങ്കിൽ നീ എന്താണ്, ഷെയർ ചെയ്യുന്നുണ്ടോ സ്ക്രീൻ? ഓ വെയിറ്റ്, ശരി ശരി, എന്തായാലും ഇപ്പോഴേ കാണിക്കാൻ തുടങ്ങിയതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഞാൻ കുറച്ച് ലേസി ആയതുകൊണ്ട് ഞാൻ പ്രസന്റേഷൻ ഒന്നും ചെയ്യാൻ പോയില്ല. സോ എ കംപ്ലീറ്റ് യു ഐ ഗ്ലോസറി, 100 ടേംസ്, അല്ലെങ്കിൽ യു ഐ യു എക്സിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു 100 ടേംസ് ആണ് ഈ പറയുന്നത്.
സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ വരുന്നത് ലൈക്ക് ഇത് ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും, ജമ്പിൾഡ് ആയിരിക്കും, പക്ഷെ കുഴപ്പമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ടേംസ് ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ UI UX ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഡിസൈൻ ആക്സസിബിൾ ഡിസൈൻ ആയിരിക്കണം. കാരണം ഇപ്പൊ നമ്മുടെ യൂസർ ഒരു എന്താ പറയാ ഡിസെബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ, ബ്ലൈൻഡോ ഡെഫോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡിസെബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും കൂടെ ഒരുപോലെ ആക്സസിബിൾ ആയിട്ടുള്ള ഡിസൈൻസ് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോ ബ്ലൈൻഡോ ഡെഫോ എന്താ പറയാ നമ്മൾ ഫുൾ അങ്ങനെ നോക്കുന്നില്ലെങ്കിലും കുറച്ചേലും അവർക്കും കൂടെ ആക്സസിബിൾ ആയിരിക്കണം. ഇപ്പൊ ആ ഒരു വെബ്സൈറ്റിന്റെ നമ്മുടെ എന്താ പറയാ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നമ്മളെ ഏൽപ്പിച്ച ആൾക്കാർ ഇപ്പോ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ആ ഒരു യൂസർ ഇന്റർഫേസ് വേണം എന്ന് വെച്ചാൽ അതാണ് അവരുടെ ക്ലയന്റ്, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിലേക്ക് കൂടുതലും വരുന്ന യൂസേഴ്സ് അതുപോലെ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പോ ആ യൂസറിന് നമ്മൾ ഒരു ഇന്റർഫേസ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു യൂസറിനെ കുറിച്ച് പഠിക്കുക. ഏത് തരത്തിലുള്ള യൂസേഴ്സ് ആണ് ആ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് വരിക എന്നുള്ളത് പഠിക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ആ ഒരു ഇന്റർഫേസ് ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആക്സസിബിൾ ആക്കി വെക്കുക ഡിസൈൻസ്. അക്കോഡിയൻ എന്ന് പറയുന്നത് ഒരു കമ്പോണന്റ് ആണ്. ലൈക്ക് കാണിച്ചു തരാം. ആഹ് കുറച്ച് പേർക്കെല്ലാം അറിയായിരിക്കും. ഇത് കൊളാപ്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഇപ്പോ ഒരു നമ്പർ ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആരോ കാണും, അതിന് സബ് ഓപ്ഷൻസ് കാണും. അപ്പോൾ കൊളാപ്സിബിൾ ആക്കി വെക്കുന്നതിനാണ് ഈ അക്കോർഡിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ അക്കൗണ്ട്, പേയ്മെന്റ് കാർഡ്സ്, സെറ്റിംഗ്സ് അതെല്ലാം ഒരു സെക്ഷൻ. അതിൽ നിന്ന് ഇപ്പൊ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സബ്സെക്ഷൻ ആയിട്ട് വരുന്നതിനാണ് അക്കോർഡിയൻ എന്ന് പറയുന്നത്. അത് UI യിലാണ് വരുന്നത്. ഈ ടേംസ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക. കാരണം ഇപ്പൊ ഒരു ക്ലയന്റ് നമ്മളോട് വെബ്സൈറ്റിലെ അക്കോർഡിയൻ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ചേർക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ ടേംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് ഇത് അങ്ങനത്തെ ടേംസ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ അത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ. പിന്നെ അഡോബ് XD അറിയാം, അതൊരു സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് അലൈൻമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റ് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്തിരിക്കണം. സൈഡില് എന്ന് വെച്ചാൽ വെബ്സൈറ്റിന്റെ രണ്ട് സൈഡില് കറക്റ്റ് ആയിട്ട് പാഡിങ്, മാർജിൻ, വെബ്സൈറ്റിന്റെ ആ ഒരു ബട്ടണിന് കറക്റ്റ് ആയിട്ട് പാഡിങ്, മാർജിൻ, പിന്നെ ടൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ആ വെബ്സൈറ്റിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അലൈൻമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് നല്ല രീതിക്ക് വെക്കുന്ന ഒരു വെബ്സൈറ്റ് കുറച്ചും കൂടെ ലുക്ക് ആൻഡ് ഫീലിൽ നല്ലതായിരിക്കും. സോ പിന്നെ ആനിമേഷൻ എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ കൂടുതലും വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ടാവും. ആ ഒരു വെബ്സൈറ്റിന്റെ ലൈഫ് എന്ന് വെച്ചാൽ ഒരു സോള് പോലെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആ ഒരു കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ആനിമേഷൻ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിന്റെ യൂസർ ഇന്റർഫേസ് കുറച്ചും കൂടെ ലൈവ്ലി ആക്കാൻ പറ്റും, ആക്റ്റീവ് ആക്കാൻ പറ്റും. സോ പിന്നെ അസെൻഡർ എന്ന് പറയുന്നത് ടൈപ്പോഗ്രഫിയിൽ വരുന്ന ടേംസ് ആണ്. ഇപ്പോ മോസ്റ്റ് ലെറ്റേഴ്സ് വിൽ ബി റീച്ച് എക്സ്, അങ്ങനെയൊക്കെ കുറച്ച് അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് പഠിക്കാം. സോ ആൻഡ് ബെൻഡോ മെനു, ബ്രെഡ് ക്രം, അതും ഈ അക്കോഡിയൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു UI കമ്പോണന്റ് ആണ്. ഈ ബ്രെഡ് ക്രമ്മിന്റെ നമുക്ക് എക്സാമ്പിൾ ഇവിടെ കാണാൻ പറ്റും. ലൈക്ക് ഇതൊക്കെ കൂടുതലും നമ്മൾ ഈ പറയുന്ന ആമസോൺ പോലെ ഫ്ലിപ്കാർട്ട് പോലത്തെ വെബ്സൈറ്റിൽ കാണുന്നതാണ്. ഹോം പേജ്, ഷോപ്പ്, കാർട്ട്, അങ്ങനെ ബ്രെഡ് ക്രം ബ്രെഡ് ക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിന്റെ ആ ഒരു കമ്പോണന്റ്. സോ പിന്നെ നമുക്കറിയാം ബട്ടൺ, ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു
ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് മിക്കവാറും അങ്ങനെ വരുന്നത്. വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു വെബ്സൈറ്റ് പല സ്ക്രീനിൽ കാണിക്കും. ഇപ്പോ ടി വിയിൽ കാണിക്കുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്, ടി വിയിൽ ആക്സസിബിൾ ആയി ആവണമെന്നുണ്ട്. കമ്പ്യൂട്ടർ മോണിറ്റർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പല റെസൊല്യൂഷനിൽ കാണാൻ പറ്റുന്ന വെബ്സൈറ്റ്, അല്ല, കാണാൻ പാകത്തിനായിരിക്കണം നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത്. സോ ഈ ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ. ഇപ്പോ 1080p എന്നൊക്കെ പറയുന്നത് കൂടുതലും ലാപ്പ് അല്ലെങ്കിൽ മോണിറ്റർ ഡിസ്പ്ലേസ് ആയിരിക്കും. അതിന്റെ മേളിലേക്ക് പോകുന്നത് ടി വി റെസല്യൂഷൻ ആണ്. അപ്പൊ ആ ഒരു ബ്രേക്ക് പോയിന്റ്, അതാണ് ഈ പറയുന്ന ബ്രേക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത്. ആ ഒരു ലിമിറ്റ്, ആ ടി വി ഡിസ്പ്ലേ ഏത് റെസല്യൂഷന്റെ ലിമിറ്റിലാണ് നിൽക്കുന്നത്, അത് ബ്രേക്ക് പോയിന്റ്. ഇപ്പൊ അതുപോലെ തന്നെ ലാപ്ടോപ്പിന് ഒരു ബ്രേക്ക് പോയിന്റ് ഉണ്ട്, ഫോണിന് ഒരു ബ്രേക്ക് പോയിന്റ് ഉണ്ട്. അതിനിപ്പോ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ, നമുക്ക് ഏത് വെബ്സൈറ്റിൽ പോയാലും ഇൻസ്പെക്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റെസ്പോൺസീവ് ഡിസൈൻ മോഡ് എന്ന് കാണും. ഇപ്പോ ഈ വെബ്സൈറ്റ്, ഇപ്പോ എന്താ പറയാ, ഇത് റെസ്പോൺസീവ് ആണ് ഈ വെബ്സൈറ്റ്. സോ ഇതിന്റെ മൊബൈൽ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഒരു ബ്രേക്ക് പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ആ ഡിസൈനിൽ വരുന്ന ചേഞ്ചസ് കണ്ടോ? ആ രണ്ട് സൈഡിലുള്ള പാഡിങ്ങിന്റെ ചേഞ്ചസ്. അങ്ങനെ ഓരോ ബ്രേക്ക് പോയിന്റ് അനുസരിച്ചിട്ട് നമുക്ക് ഡിസൈൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് കൂടുതലും ഡെവലപ്മെന്റിലാണ് വരുന്നത്. പക്ഷെ ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ ആ ഓരോ ബ്രേക്ക് പോയിന്റിലും നമുക്ക് UI UX ഡിസൈൻ ചെയ്യാം. സോ അടുത്തത് ബട്ടൺ. ബട്ടൺ ഐ തിങ്ക് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ബട്ടൺ നമ്മൾ വെബ്സൈറ്റിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. കാരണം യൂസേഴ്സിന് ക്ലിക്കബിൾ ആയിട്ട് ബട്ടൺസ് വേണം. ബട്ടൺ ഇൻസ്ട്രക്ട്സ് എ യൂസർ ത്രൂ ടെക്സ്റ്റ്, ഇമേജസ്, ബോത്ത് ടു ടേക്ക് ആൻ ആക്ഷൻ. ബട്ടൺ എങ്ങനെ വേണമെങ്കിലും ആവും. ഇപ്പോ ഈ ഡിസൈൻ കരിയർ അല്ലെങ്കിൽ ഇതെല്ലാം ബട്ടൺ തന്നെയാണ്. അപ്പോൾ ആ ഒരു ബട്ടന്റെ ഡിസൈൻ, ബട്ടൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് കാണിച്ചിട്ട് യൂസറിന്റെ ആക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുക. അതാണ് ഒരു ബട്ടൺ. അപ്പൊ ആ ബട്ടൺ ക്ലിക്കബിൾ ആണെന്ന് എന്ന് വെച്ചാൽ വെറുതെ ഒരു ടെക്സ്റ്റ് വെക്കുമ്പോഴത്തേക്ക് ആ ബട്ടൺ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ അതൊരു ബട്ടൺ ആണ് എന്നുള്ള ഒരു രീതിക്ക് വേണം നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യാൻ. എന്നാലേ അതൊരു യൂസറിന് അതൊരു ബട്ടൺ ആയിട്ട് തോന്നുള്ളൂ. അപ്പൊ അത് ഓർത്ത് വെക്കണം. ബട്ടൺ ഒരു കമ്പോണന്റ് തന്നെയാണ്, പക്ഷെ അത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി ഏതൊരു കമ്പോണന്റും ഒരു വെബ്സൈറ്റിൽ യൂസ് ചെയ്തില്ലെങ്കിലും ഒരു ബട്ടൺ എങ്കിലും ഒരു വെബ്സൈറ്റിൽ ഉറപ്പായിട്ടും കാണും. സോ ബട്ടൺ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് കോൾ ടു ആക്ഷൻ, ലെറ്റ് മീ ബി ഓണസ്റ്റ്, എനിക്കും അറിയില്ല ഈ കോൾ ടു ആക്ഷൻ എന്താണ്. സോ കോൾ ടു ആക്ഷൻ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. എൻകറേജസ് യൂസേഴ്സ് ടു സ്പെസിഫിക് ആക്ഷൻ എ വെബ്സൈറ്റ് ഓർ ആപ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ സൈൻ അപ്പ്, ബുക്ക് നൗ ഓർ സബ്സ്ക്രൈബ്. ഓക്കെ, കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സൈൻ അപ്പ് അല്ലെങ്കിൽ ബുക്ക് നൗ, സബ്സ്ക്രൈബ്, അതൊക്കെ ഒരു ആക്ഷൻ ആണ്. ഇപ്പൊ ഒരു യൂസറിനെ സൈൻ അപ്പ് ചെയ്യണമെങ്കിൽ അത് ഒരു കോൾ ടു ആക്ഷൻ ആണ്. അതുപോലത്തെ കോൾ ടു ആക്ഷൻസ് വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യണം. അത് ഒരു ടേം ആണ്. ഓക്കെ. സോ കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയാ, ഒരു ഡിവ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു ഒരു കാർഡ് പോലെ ഒരു റെക്റ്റാങ്കിൾ, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് കണ്ടന്റ്, ഇപ്പോ ഇമേജ് ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും ടൈറ്റിൽ ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം പ്രോഡക്ട്സ് കാണിക്കുന്നത് കാർഡൊക്കെ ആയിട്ടാണ്. അപ്പോൾ കാർഡ് ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കാർഡ് എന്തിനാണ് ഉള്ളത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ കാർഡ് പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിന്റെ ഇൻഫർമേഷൻസ് ആ കാർഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇപ്പൊ ആ പ്രോഡക്റ്റിനെ ബേ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ കാർട്ടിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ബട്ടൺസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു ആഹ് ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പോണന്റിനെയാണ് കാർഡ് എന്ന് പറയുന്നത്. ആരാടാ ഇപ്പൊ കേറുന്നത്? ജോ മാർട്ടിൻ. ഓക്കെ.
കെറോസൽ കെറോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇമേജസിനെ ഒരു അറേ ഓഫ് ഇമേജസ് ഒരു സെറ്റ് ഓഫ് ഇമേജസിനെ പാൻ ചെയ്യാൻ അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഡിഫറെന്റ് ഇമേജസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കെറോസൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ആണെങ്കിലോ ഒരു സെറ്റ് ഓഫ് ഇമേജസിനെ മാറ്റി മാറ്റി കാണിക്കുക എന്നുള്ളതാണ്. ആ ഒരു എന്താ പറയാ ഒരു ഗാലറി പോലെയാണ് ഒരു വെബ്സൈറ്റിലാണെങ്കിലോ എന്തിലാണെങ്കിലും നമുക്കിപ്പോൾ ഒരു സെറ്റ് ഓഫ് ഇമേജസിനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റിലാണെങ്കിൽ നിങ്ങളുടെ വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈൻസിനെ എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സ്ക്രോൾ ചെയ്ത് പല ഇമേജസിനെ കാണിക്കുന്ന പോലെ കെറോസൽ ഡിസൈൻ ചെയ്യാം. ഇല്ലെങ്കിൽ ആ യൂസറിനെ കൊണ്ട് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യിക്കുമ്പം മാറ്റുന്ന പോലെയോ അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ മാറ്റുന്ന പോലെയോ നമുക്ക് ഡിസൈൻ ചെയ്യാം. അതും ആഹ് അത് കെറോസൽ എന്ന് പറയുന്നത് വേറൊരു ഇമേജ് കെറോസൽ എന്നൊക്കെ പറയുന്നത് വേറൊരു കമ്പോണന്റ് ആണ്. ഇമേജ് മാത്രമല്ല കെറോസൽ കാർഡ് ആയിട്ടോ കെറോസൽ യൂസ് ചെയ്യാം. അങ്ങനെ പല കമ്പോണൻസിനെ കെറോസൽ ആയിട്ട് യൂസ് ചെയ്യാം. അതൊക്കെ ആ ഒരു ഡിസൈൻ സ്പെസിഫിക്കേഷൻ പോലെ ആയിരിക്കും. പിന്നെ ചെക്ക് ബോക്സസ് അറിയാം. നമ്മള് എന്താ പറയാ ഇപ്പൊ എന്തെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഇപ്പൊ ആമസോൺ കയറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തേലും സൈൻ അപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെക്കബിൾ ആയിട്ട് കാണും. ചെക്ക് ബോക്സസ് കാണും. അപ്പൊ ഇത് കാണിക്കാൻ പറ്റും. സോ ഇതാണ് ചെക്ക് ബോക്സസ്. ചെക്ക് ബോക്സസ് പല ഡിസൈനിൽ വരും. പക്ഷെ ബേസിക്കലി ഒരു ബോക്സ് കാണും. അത് ക്ലിക്കബിൾ ആയിരിക്കും. അതിന് രണ്ട് സ്റ്റേറ്റ് കാണും. ഒന്ന് ആഫ്റ്റർ ക്ലിക്ക്, ഒന്ന് ബിഫോർ ക്ലിക്ക്. അപ്പോൾ അതിനൊരു ടൈറ്റിലും കാണും. അതാണ് ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ. ഒന്ന് ചെക്ക് ബോക്സ് പല രീതിക്ക് ഉണ്ട്. ഓൺ ആൻഡ് ഓഫ് ചെക്ക് ബോക്സസ് ഇതുപോലെ ഇതൊക്കെ കൂടുതൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ആൻഡ് ഇത് ചെക്ക് ബോക്സ് ആണ്. ഇത് ചെക്ക് ബോക്സ് ആണ്. ഇത് ഓൺ ആൻഡ് ഓഫ്. ഇത് ഒരു ചെക്ക് ബോക്സ് ആണ്. സോ പിന്നെ ചങ്കിങ് എന്ന് പറഞ്ഞാൽ ഓൾസോ നോൺ ആസ് ഗ്രൂപ്പിംഗ്. നമ്മളിപ്പോ ടൈറ്റിൽ അല്ലെങ്കിൽ ടൈറ്റിലിന്റെ സബ് ടൈറ്റിൽ അതൊക്കെ ഫിഗ്മയിൽ നമുക്ക് ഫിഗ്മ അറിയാവുന്നവർക്ക് അറിയാം. നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പോ ഹീറോ സെക്ഷനോ അല്ലെങ്കിൽ ടൈറ്റിലിനോ ഒക്കെ പേര് കൊടുത്തിട്ട് കുറച്ചും കൂടെ മാനേജബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ചങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ചങ്ക്സ് ആയിട്ട് ചങ്ക് കുറച്ച് കുറച്ച് ചങ്ക്സ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനേജബിൾ ആക്കി വെക്കാൻ പറ്റും. ഇപ്പോ എന്താ പറയാ ഈ സംഭവം ഈ ലേറ്റസ്റ്റ് ആർട്ടിക്കിൾ, ഡിസൈൻ, കരിയർ, ലീഡർഷിപ്പ് ഇതെല്ലാം ഓരോ ഓരോ എലമെന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതിനെ ഒരു ഹെഡർ ആയിട്ട് നമ്മൾ ചങ്ക് ചെയ്യും. ചങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്യും. ഇതൊരു ഫുൾ എലമെന്റ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. അതിനകത്ത് സബ് എലമെന്റ് ആയിട്ടാണ് ഐക്കൺ, ലേറ്റസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ അല്ലെങ്കിൽ ലിങ്ക് അതെല്ലാം വരുന്നത്. പിന്നെ സെർച്ച് ബട്ടൺ. അപ്പൊ അതിനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെഡറിനെ ഇപ്പം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫുൾ ഹെഡറിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ചങ്കിങ് എന്ന് പറഞ്ഞത്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ് അടുത്തത് കളർ പാലറ്റ്. കളർ പാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടേം. കാരണം ഇപ്പോ ഒരു വെബ്സൈറ്റിൽ നമുക്ക് മഴവിൽ കളറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മഹാ ബോറായിരിക്കും. സോ ഒരു കളർ കൺസിസ്റ്റൻസി അല്ല ഒരു കളർ പാലറ്റ് സെറ്റ് ചെയ്ത് ആ ഒരു വെബ്സൈറ്റിന്റെ കളർ പാലറ്റിനനുസരിച്ച് ആ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതിന് ആ ഒരു അതാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടൊരു സ്റ്റെപ്പ്. സോ കളർ പാലറ്റ് ഇപ്പോൾ ഒരു വെബ്സൈറ്റിനാണെങ്കിൽ ഇതൊരു ഡാർക്ക് കളർ, ഇതൊരു സെക്കൻഡറി ഒരു സെക്കൻഡറി പോപ്പ് ആയിട്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ യൂസറിന് എടുത്തു നിൽക്കുന്ന കളേഴ്സോ. പിന്നെ കൂടുതലും കൂടുതലും നമ്മളിപ്പോ ഒരു ലൈറ്റ് ലൈറ്റ് തീംഡ് വെബ്സൈറ്റിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ കൂടുതലും വൈറ്റ് കളേഴ്സ് ആയിരിക്കും കാണുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കളറ്.
പിന്നെ സെക്കൻഡറി ആയിട്ട് ടെക്സ്റ്റില് അല്ലെങ്കിൽ സബ് ടെക്സ്റ്റിലൊക്കെ വരുന്ന ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, അല്ലെങ്കിൽ കുറച്ച് സബ്റ്റിൽ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും കളർ ആണെങ്കിൽ യൂസേഴ്സിന് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന ടെക്സ്റ്റിൽ യൂസ് ചെയ്യാനുള്ള കളർ, അങ്ങനത്തെ കളർ ചൂസ് ചെയ്യുന്നതിനാണ് കളർ പാലറ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ കളർ പാലറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൂൾസ് ഉണ്ട്. കളർ പാലറ്റ് എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം കളർ പാലറ്റ് ജനറേറ്റ് ചെയ്യാനാണെങ്കിലും AI കളർ പാലറ്റ് ജനറേറ്റ് ചെയ്യാനാണെങ്കിലും അങ്ങനെ പല വെബ്സൈറ്റ് കാണാം. നമുക്ക് അങ്ങനെ കളർ പിക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഫിഗ്മയിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. കൂടുതലും ഇപ്പോ നല്ല കളർ പാലറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കുറെ കളർ പാലറ്റ്സ് ഉണ്ട്. ഒരു കളർ പാലറ്റ് എടുത്താല് ഇപ്പൊ പറയാം. ഓക്കെ, ഏത് കളർ പറയാം. കളർ പാലറ്റ് ഒന്നും ഇല്ലേ? ആ, എടാ ഞാൻ ഒരു ലിങ്ക് നീലസ് ഇട്ടിട്ടുണ്ട് നോക്കിക്ക് ഏതാ? ആ, മെസ്സേജില്. കളർ ഉണ്ട്. ഞാൻ ഇതാ നോക്കിക്കൊണ്ടിരുന്നത്, അത് കാണുന്നില്ല. ആ, ഇപ്പോ ഈ ഒരു കളർ എടുത്താൽ ഇത് പ്രൈമറി അല്ലെങ്കിൽ ടെക്സ്റ്റിന് യൂസ് ചെയ്യുന്ന കളേഴ്സ് ആയിരിക്കും. ഇപ്പോ നിങ്ങളുടെ തീം ലൈറ്റ് തീം ആണെന്ന് വിചാരിക്കുക. ലൈറ്റ് തീമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന മിക്കവാറും വൈറ്റ് ആയിരിക്കും. സോ പ്രൈമറി കളർ വൈറ്റ് ആയിരിക്കും. അതിന്റെ സെക്കൻഡറി, അതിന്റെ ചില ടെക്സ്റ്റോ അല്ലെങ്കിൽ കുറച്ച് കാർഡ്സിനോ അല്ലെങ്കിൽ കുറച്ച് ടെക്സ്റ്റിനോ യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ്. ടെക്സ്റ്റിന് മിക്കവാറും ലൈറ്റിൽ ഇത് ചേരത്തില്ല. കൂടുതലും ഡാർക്ക് തീം ബ്ലാക്ക് ടെക്സ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് ബ്ലാക്കിലായിരിക്കും. സെക്കൻഡറി കളേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം ബട്ടണിന്, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ആഡ്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ യൂസ്, സെക്കൻഡറി കളേഴ്സ് ഒക്കെ കുറച്ച് യൂസ് ചെയ്യും. അപ്പോൾ അതാണ് കളർ പാലറ്റ്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. കുറെ സമയം കളയുന്നുണ്ട് എനിക്കറിയാം, പക്ഷെ നാലരയ്ക്ക് മുന്നേ ഞാൻ തീർക്കാൻ നോക്കാം. സോ കളർ മോഡൽസ് എന്ന് പറഞ്ഞാൽ കളർ സിസ്റ്റമാണ്, കളർ ചൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റം. അപ്പോൾ പല കളർ മോഡൽസ് ഉണ്ട്. ഒന്ന് RGB, HSL, HSV, HSB. സോ ഞാൻ ഫിഗ്മയിൽ കാണിച്ചു തരാം. സോ നമ്മൾ ഒരു കളർ ചൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇത് RGB, ഇതിനാണ് RGB എന്ന് പറയുന്നത്. ഇപ്പോൾ പല കളേഴ്സ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. അതിൽ ഇങ്ങനെ നമുക്ക് കളർ ചൂസ് ചെയ്യാം. നമുക്ക് ഇതൊരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ HSL, HSV, HSB, അങ്ങനെ പല കളർ. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് RGB തന്നെയാണ്. അത് കുറച്ചും കൂടെ ഈസിയാണ്. പലരും യൂസ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഹെക്സ് എന്ന് പറയുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ കളർ ഇപ്പൊ റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു കോഡിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കളർ തന്നെ അവിടെ കിട്ടാൻ പാടാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെക്സ് കോപ്പി ചെയ്ത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഹെക്സ് കളർ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതേ കളർ നമുക്ക് അപ്പുറത്ത് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെക്സ് കോഡ് യൂസ് ചെയ്യാം. അപ്പൊ ഈ ഹെക്സ് കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കളർ നമുക്ക് എവിടെ വേണേലും റെപ്ലിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇത് കണ്ടോ, സെയിം കളർ ഇവിടെ വന്നു. അപ്പൊ ഹെക്സ് അങ്ങനെ നമുക്ക് കളർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഹെക്സ് എന്ന് പറയുന്നത്.
ഈ ഹെക്സ് കോഡ് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. വെബ്സൈറ്റിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹാഷ് യൂസ് ചെയ്തിട്ട് തന്നെ ഹെക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിഗ്മയ്ക്കകത്ത് നമുക്ക് ഹാഷ് വേണമെന്ന് നിർബന്ധമില്ല. കമന്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മള് ഒരു ഒരു പോസ്റ്റിന്റെ അടിയിൽ നമുക്ക് കമന്റ് ഇടണമെങ്കിൽ അതിന് കമന്റ് ബോക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഒരു കമ്പോണന്റ്. അപ്പോ കമന്റ് ബോക്സ് കാണിച്ചു തരാം. ബെസ്റ്റ്. ആ കമന്റ് ബോക്സസ് നമുക്ക് പല രീതിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോ ഇതൊക്കെ റെഡിറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ബ്ലോഗിംഗ് സൈറ്റ്സിൽ വരുന്ന പോലത്തെയാണ് ഈ കമന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കമന്റ് റൈറ്റ് ചെയ്യാം, നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അങ്ങനെ കൂടുതൽ കസ്റ്റമൈസേഷൻ ഉള്ള കമന്റ്സ് ആണെങ്കിൽ ഈ ഒരു UI ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കമന്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം കസ്റ്റമൈസേഷൻ വേണ്ട. അല്ലെങ്കിൽ എടുത്തു കാണും, ഞാൻ യൂട്യൂബിൽ എടുത്തായിരിക്കും. ഇപ്പൊ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കമന്റ്, ആഡ് കമന്റ്, ഇതാണ് ഒരു കമന്റ് ബോക്സ്. ഈ ഒരു സെക്ഷൻ ആ യൂസറിന്റെ ഇത് കാണിക്കുക, കമന്റ് ബോക്സിനെ കമന്റ് അടിക്കാനുള്ള ആ ഒരു ഇൻബോക്സ്, ആ ഒരു ഇൻബോക്സിനെ കാണിക്കുക. അപ്പോൾ ആഡ് കമന്റ് എന്നുള്ളത് അതൊക്കെയാണ് ഒരു, എന്താ പറയാ, കമന്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ്. പിന്നെ കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നർ ഇസ് എ UI element designed to contain page elements to a certain width based on the size of the users. Okay. കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഡിസൈൻ, ആ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ an accordion is an example of a container. Okay. ഒരു എന്താ പറയാ, ഒരു സെറ്റ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ കുറച്ച് ഡാറ്റേനെ കണ്ടെയ്ൻ ചെയ്ത് അതിനെ ഒരു ബോക്സിലാക്കി വെക്കുന്നതിന്, ഇപ്പോൾ അക്കോർഡിയൻ ആണെങ്കിൽ നമ്മൾ കൊളാപ്സിബിൾ ആക്കി ഒരു ടൈറ്റില്, ആ ടൈറ്റിലിന്റെ അടിയിൽ സബ് ടൈറ്റിൽ അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ പോലെയാണ് അക്കോർഡിയൻ വരുന്നത്. അക്കോർഡിയൻ, അപ്പോൾ അതൊരു കണ്ടെയ്നറിന് അതൊരു എക്സാമ്പിളാണ്. അതുപോലെ പല കണ്ടെയ്നർ ഉണ്ട്. കാർഡ് ഒരു കൈൻഡ് ഓഫ് ഒരു കണ്ടെയ്നർ ആണെന്ന് നമുക്ക് പറയാം, കാരണം അതൊരു സെറ്റ് ഓഫ് ഡാറ്റാസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആണ് കാർഡ്. അതുപോലെ തന്നെ കൗണ്ടേഴ്സ്, പിന്നെ ക്രിട്ടീക്ക് ഒരു, എന്താ പറയാ, കുറച്ചും കൂടെ പ്രോഡക്റ്റ് മാനേജ്മെന്റ് ആ ഒരു രീതിക്ക് വരുന്ന ക്രിട്ടീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഡിസൈൻ നമ്മുടെ ക്ലയന്റിന് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് മാനേജറിനെ നമ്മൾ കാണിക്കുമ്പം അവരവരുടെ രീതിക്കൊരു ക്രിട്ടിസൈസിങ് രീതിക്കൊരു അല്ലെങ്കിൽ ക്രിട്ടീക്ക് രീതിക്കൊരു ആ ഡിസൈനിനെ വിലയിരുത്തിക്കൊണ്ട് ഒരു അഭിപ്രായം പറയും. അതിനാണ് ക്രിട്ടീക്ക് എന്ന് പറയുന്നത്. ഇപ്പോ കളറ് ചേഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിന് ബട്ടണിന്റെ പ്ലേസ്മെന്റോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയുന്നതിനാണ് അവർ ക്രിട്ടീക്ക് എന്ന് പറയുന്നത്. അത് പക്ഷെ അതൊരു നമ്മളത് ഒരിക്കലും പേടിക്കാൻ പാടില്ല. കാരണം ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആണ്. ആ പ്രോഡക്റ്റിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നുള്ളതിന് അവര് അഭിപ്രായം പറയുന്നതിനാണ് അവര് ക്രിട്ടീക്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ എപ്പോഴും ആ ഒരു ക്ലയന്റിന്റെ അഭിപ്രായങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ വിലയിരുത്തി ആ പ്രോഡക്റ്റിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നുള്ളത് അവരുടെ അഭിപ്രായത്തിൽ നിന്ന് നമ്മൾ ആ ഡിസൈനിനെ ചേഞ്ച് ചെയ്യണം. അപ്പൊ അതൊരു ഏതൊരു ഡിസൈനറിനോ അല്ലെങ്കിൽ ഒരു UI UX ഡിസൈനറിനോ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. പിന്നെ ഡേറ്റ് ആൻഡ് ടൈം പിക്കർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതും ഒരു കമ്പോണന്റ് ബേസിൽ വരുന്നതാണ്. നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം ഒക്കെ പിക്ക് ചെയ്യാനുള്ള ആ ഒരു UI ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു UI UX കമ്പോണന്റിനെയാണ് ഡേറ്റ് ആൻഡ് ടൈം പിക്കർ എന്ന് പറയുന്നത്. പിന്നെ ഡിസെൻഡർ, ദ ഓപ്പോസിറ്റ് നമ്പർ, number 6 in typography, descenders are letters that fall under the. നിങ്ങൾക്കത് കുറച്ചും കൂടെ റിസർച്ച് ചെയ്ത് പഠിക്കാം. എനിക്ക് ഡിസെൻഡേഴ്സ് എന്ന ഒരു ടേം എനിക്ക് കുറച്ച് മനസ്സിലായിട്ടില്ല.
ആം, ഇല്ല, ഞാൻ പിന്നെ അത് പറഞ്ഞു തരാം. ഗ്രൂപ്പിൽ വല്ലതും ഞാൻ പറഞ്ഞു തന്നേക്കാം. ഞാനൊന്ന് പഠിച്ചിട്ട് വരാം. ഓക്കെ. സോ അടുത്തത് ഡിസൈൻ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ UI UX നമ്മൾ ഇപ്പോൾ ഒരു ഡിസൈൻ പാറ്റേൺ, ഇപ്പോൾ ബട്ടന്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ഏതൊരു കമ്പോണന്റിനാണെങ്കിലും എല്ലാത്തിനും ഒരു ഡിസൈൻ പാറ്റേൺ കാണും. അല്ലെങ്കിൽ ആ ഒരു UI UX അല്ലെങ്കിൽ റീയൂസബിൾ ആയിട്ടുള്ള കമ്പോണൻസ്. ഇപ്പൊ കാർഡ് ആണെങ്കിൽ നമ്മൾ പല സ്ഥലത്തും പല ഡിസൈൻ അല്ല യൂസ് ചെയ്യുന്നത്. ആ ഒരു കാർഡിന് ആ ഒരു ഡിസൈൻ പാറ്റേൺ കാണും. അത് ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് റീയൂസ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ആ ഡിസൈൻ ചെയ്തു വെച്ചാൽ നമുക്കത് റിപ്പീറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഡിസൈൻ പാറ്റേൺസ് ആർ റിപ്പീറ്റബിൾ റീയൂസബിൾ ഡിസൈൻ കമ്പോണൻസ് യൂസ്ഡ് ടു സോൾവ് യൂസബിലിറ്റി ഇഷ്യൂസ്. ഓക്കെ. അപ്പോൾ പല ഡിസൈൻസ് യൂസ് ചെയ്യാതെ റീയൂസബിൾ ആയിട്ടുള്ള കമ്പോണൻസിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിസൈൻ പാറ്റേൺസ് എന്ന് പറയുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ UI UX യൂസ് ചെയ്യുന്നതാണ് ഡിസൈൻ സിസ്റ്റം. ഒരു ഡിസൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ UI UX അല്ലെങ്കിൽ വെബ്സൈറ്റോ അങ്ങനെ എന്ത് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പും നമ്മളൊരു ഡിസൈൻ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു ഡിസൈൻ സ്റ്റെപ്പ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള എല്ലാ ഡിസൈനിങ് ഫേസസും ഭയങ്കര എളുപ്പമാവും. കാരണം ഡിസൈൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ പറഞ്ഞ കളർ പാലറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിന്റെ ഫോണ്ട്, ടൈപ്പോഗ്രഫി, ടൈപ്പോഗ്രഫിയുടെ സൈസസ്, പിന്നെ കമ്പോണന്റ് ഇപ്പൊ ബട്ടൺ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല റീയൂസബിൾ കമ്പോണൻസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് ഡിസൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബട്ടൺ പല വേരിയബിൾ ഉണ്ട്. ഇത് ഒരൊറ്റ ബട്ടണാണ് സബ്സ്ക്രൈബ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബേസ് ബേസ് ഫസ്റ്റ് ബട്ടൺ സബ്സ്ക്രൈബ്. ഓക്കെ. അതിന്റെ ഒരു വേരിയബിൾ ആണ് ഈ പിങ്ക് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ. അപ്പൊ ഒരു ബട്ടൺ പല വേരിയബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ബട്ടൺ പല യൂസസിന് നമുക്ക് ആ ഒരു ഡിസൈൻ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിസൈൻ ചേഞ്ചസ് ആണ് ഈ മൂന്നാമത് വരുന്ന സബ്സ്ക്രൈബ് ബട്ടൺ. കണ്ടോ, ഈ ബ്ലാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വേരിയബിളിലേക്ക് മാറും. അത് പ്രോട്ടോടൈപ്പിംഗിലാണ് കൂടുതലും വരുന്നത്. പക്ഷെ ഇത് വെബ് ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ UI UX ഡെവലപ്മെന്റ് വരുമ്പോഴത്തേക്ക് കൂടുതൽ യൂസ് ചെയ്യും. അപ്പം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്തിലേക്ക് മാറും? ഈ ബട്ടൺ ഡിസേബിൾഡ് ആണെങ്കിൽ ഈ ബട്ടൺ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബട്ടൺ അവിടെ ഉണ്ട്. പക്ഷെ ഒരു തൽക്കാലത്തേക്ക് ആ ബട്ടൺ ഡിസേബിൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഗ്രേ ഔട്ട് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ നമുക്ക് ആ ബട്ടന് പകരം യൂസ് ചെയ്യാം. നമ്മൾ കണ്ടിട്ടുണ്ടാവും പല ബട്ടന്റെ സ്റ്റേജസ് പല വെബ്സൈറ്റിലും കണ്ടിട്ടുണ്ടാവും. ചിലത് ഡിസേബിൾഡ് ആയിരിക്കും, ചിലത് ക്ലിക്ക് ചെയ്ത് ചിലത് ആ, ചില ചിലതിൽ ഹോവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ മൗസ് അതിന്റെ മേളിൽ ക്ലിക്ക് ചെയ്യാതെ പോയിന്റ് ചെയ്യുന്നതിനാണ് ഹോവർ എന്ന് പറയുന്നത്. ആ ഹോവർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ആനിമേഷനോ അല്ലെങ്കിൽ ആ ഒരു ബട്ടന്റെ ചേഞ്ചസിൽ അല്ല ബട്ടണിൽ വരുന്ന ചേഞ്ചസിനെയാണ് അതിന്റെ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബട്ടൺ അല്ലെങ്കിൽ ഒരു ഡിസൈൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ കമ്പോണന്റിനും ഇപ്പം ഒരു കമ്പോണന്റിന് പല സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ബട്ടൺ ആണെങ്കിൽ 4 സ്റ്റേറ്റ് ഉണ്ട്. ആ 4 സ്റ്റേറ്റിനുള്ള ഡിസൈൻസ് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് ഉണ്ടാക്കി വെക്കുന്നതിനാണ് ആ ഒരു കമ്പോണന്റ് ഉണ്ടാക്കി വെക്കുന്നതിനാണ് ഡിസൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടൈപ്പോഗ്രഫി, കളർ, പ്രൈമറി സെക്കൻഡറി കളേഴ്സ്, പിന്നെ പല കാര്യങ്ങളുണ്ട്. കുറെ കാര്യങ്ങളുണ്ട്. ഡിസൈൻ സിസ്റ്റം ഈ മൂന്നെണ്ണമാണ് മെയിൻ കമ്പോണന്റ്: പ്രൈമറി കളേഴ്സ്, കളർ പാലറ്റ് ആൻഡ് ടൈപ്പോഗ്രഫി. സോ അതാണ് ഡിസൈൻ സിസ്റ്റം. നെക്സ്റ്റ് നമ്മൾ ഡിസൈൻ തിങ്കിങ്. ഇപ്പോൾ ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേർഡ് ഇയർ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ പഠിച്ചിട്ടുണ്ടെങ്കിലോ ആഹ് അവര് ഏം, ഏതോ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട് ഡിസൈൻ തിങ്കിങ് എന്ന് പറയും. ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഫേസസ് എന്ന് പറഞ്ഞാൽ എംഫസൈസ് ഇപ്പോൾ യൂസർ, അപ്പോൾ ആ ഒരു
യൂസറിനെ പഠിക്കുന്നത്, അല്ലെങ്കിൽ ആ യൂസറിന്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഈ ഡിസൈൻ കൊണ്ട് ആ യൂസറിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് പഠിക്കുന്നതിനാണ് എംപതൈസ് എന്ന് പറയുന്നത്. ആ യൂസറിനെ പഠിക്കുക. ഇപ്പം ഒരു ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു ഹോസ്പിറ്റൽ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ആ, മിക്ക ആൾക്കാരും ഇപ്പൊ ആ ഒരു യൂസർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മിഡിൽ ഏജ്ഡോ അല്ലെങ്കിൽ ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള യൂസേഴ്സ് ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പൊ ആ ഒരു യൂസറിനെ കുറിച്ച് പഠിക്കുക. അപ്പോ ആ ആ ഡിസൈൻ എത്രത്തോളം അവർക്ക് ആക്സസിബിൾ ആവണം എന്നുള്ളത് പഠിക്കുന്നതിനാണ് എംപതൈസ് എന്ന് പറയുന്നത്. ആ ഒരു യൂസറിന്. അപ്പോൾ വെബ്സൈറ്റ് നമ്മൾ ആ ഒരു ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിന് ആണെങ്കിൽ ആ ഒരു കുറച്ചും കൂടെ കോൺട്രാസ്റ്റിംഗ് ആയിരിക്കണം. കാരണം അവർക്ക് ചിലപ്പം കണ്ണിന് കാഴ്ച കുറവുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാണാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ യൂസറിനെ കുറച്ചും കൂടെ പഠിച്ചിട്ട് അതുപോലെ നമുക്ക് മാത്രമേ അത് യൂസർ എക്സ്പീരിയൻസ് ആണ്. യൂസർ യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ഒരു ഇത് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഡിഫൈൻ എന്ന് പറയുന്നത് ഇപ്പം പ്രോബ്ലം, എന്താ പറയാ, ഇപ്പൊ ക്ലയന്റ് പറയാണ്, അല്ലെങ്കിൽ ഇപ്പം ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ക്ലയന്റ് പറയാണ്, എനിക്ക് ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഇങ്ങനെ കാണിക്കണം. അപ്പോ ഇങ്ങനെ ആ ഡാറ്റ മൊത്തം വലിച്ചു വാരി ഇട്ടിട്ട് കാണിക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം നമ്മളത് ഡിഫൈൻ ചെയ്യുക. അതാണ് നമ്മുടെ പ്രോബ്ലം. ആ പ്രോബ്ലത്തിനെ എടുത്തിട്ട് അതിനൊരു പൊട്ടൻഷ്യൽ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനാണ് ഐഡിയേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പൊട്ടൻഷ്യൽ സൊല്യൂഷൻ എന്താ? ഒരു അക്കോർഡിയൻ ഉണ്ടാക്കുക. ആ ഒരു ഫുൾ കുറെ ഡേറ്റ ഉണ്ട്. ആ ഡേറ്റേനെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പോണന്റ് ആണ് അക്കോർഡിയൻ. അപ്പൊ നമുക്ക് ഐഡിയേറ്റിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സൊല്യൂഷൻ കിട്ടി. അക്കോർഡിയൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിച്ചു വാരി ഇടാതെ നമുക്ക് ആ ഡേറ്റ കറക്റ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ അതൊരു സൊല്യൂഷൻ. പിന്നെ ആ സൊല്യൂഷനെ നമ്മൾ ക്ലയന്റിന് കാണിക്കണം. അപ്പൊ ആ ഒരു പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കമ്പോണന്റ് ഉണ്ടാക്കി ആ ഡേറ്റ അതിനകത്ത് വെച്ചിട്ട് കാണിക്കുക. അത് ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ഡിസൈൻ വരുന്നത്, ഇത് ഓക്കെ ആണോ എന്നുള്ള ഒരു ഫുൾ ഫുൾ ഡിസൈൻ ആവുന്നതിന് മുമ്പ് ആ ഒരു ഐഡിയ കാണിക്കുന്നതിനാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമോ, ആ യൂസറിന് ഇത് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഒരു യൂസറിന് ഇത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ UI UX ആക്സസിബിൾ ആണോ എന്നുള്ളതിനെ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് വേറെ യൂസേഴ്സിന് നമുക്ക് കൊടുത്തിട്ട് നമുക്ക് അവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് ഡിസൈൻ തിങ്കിങ് എന്ന ആ ഒരു സ്റ്റെപ്പ് പറയുന്നത്. പിന്നെ ഡോണർ മെനു ഐക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹാംബർഗർ മെനു അതൊക്കെ ഒരു കമ്പോണന്റിന്റെ രീതിക്ക് വരുന്നതാണ്. പിന്നെ അടുത്ത ടേം എന്ന് പറയുന്നത് ഡ്രിബിൾ എന്ന് പറയുന്നത് അതൊരു കമ്മ്യൂണിറ്റിയാണ്. ഡ്രിബിൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് നമുക്ക് ഡിസൈനേഴ്സിന് അവരുടെ ക്ലയന്റിനെ കിട്ടാനും വർക്ക് കിട്ടാനും അവരുടെ ഡിസൈനിങ്ങിന്റെ വർക്കൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഡ്രിബിൾ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഡ്രിബിളിൽ അക്കൗണ്ട് ഉണ്ട്. എനിക്ക് ഒന്ന് രണ്ട് ക്ലയൻസ് ഒക്കെ എനിക്ക് ഡ്രിബിളിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. സോ ഈസി ആയിട്ട് ഡിസൈൻ വർക്കൊക്കെ കിട്ടാൻ പറ്റിയ ഒരു വെബ്സൈറ്റ് ആണ് ഡ്രിബിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രിബിളിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഡ്രിബിളിൽ ഡിസൈനർ ആവണമെന്ന്, അല്ലെങ്കിൽ ഈ ഡിസൈൻ എന്ന് പറയുന്ന കരിയർ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡ്രിബിളിൽ അക്കൗണ്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻസ് അതിനകത്ത് പബ്ലിഷ് ചെയ്യാം. നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് നിങ്ങളുടെ വർക്കൊക്കെ കാണിക്കാം. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് വേറെ ക്ലയൻസിനെയൊക്കെ കിട്ടാനുള്ള വഴികളും അവിടെ ഉണ്ട്. നിങ്ങൾക്കിപ്പം ഡ്രിബിളിനകത്ത് വർക്ക് മാത്രമല്ല ബാക്കിയുള്ളവരുടെ വർക്ക് കണ്ടിട്ട് നമുക്ക് വെബ്സൈറ്റിന്റെ ഡിസൈൻ ഒക്കെ ഇൻസ്പയർ ചെയ്യുന്നെങ്കിലും നമുക്ക് ഡ്രിബിൾ യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു കമ്പോണന്റ് ആണ്. അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ആമസോണിലൊക്കെ ആണെങ്കിലും ഒരു
ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴോട്ട് അതിന്റെ ആയിട്ടുള്ള സബ് സെലക്ഷൻസ് ആയിട്ട് വരുന്നതാണ് ഈ ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഡ്രോപ്പ് ഡൗൺ ബട്ടൺ, പിന്നെ ഈസിങ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ആനിമേഷനില് ഈസ് ഇൻ ഈസ് ഔട്ട് എന്നൊക്കെ പറഞ്ഞാല് ആ ഒരു സ്മൂത്ത്നെസ്സിനെ കുറച്ചും കൂടെ ആ ഒരു ആനിമേഷന്റെ ജിറ്റർ അല്ലെങ്കിൽ ആനിമേഷൻ എത്ര പെട്ടെന്നാണ് ഈസ് ഇൻ ഈസ് ഔട്ട് ആവുന്നതിന് അത് കുറച്ചുകൂടെ UI UX ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആനിമേഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രോട്ടോടൈപ്പിങ്ങിലേക്ക് വരുമ്പോഴേ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫീഡ് എന്ന് പറഞ്ഞാല് അത് വേറൊരു കമ്പോണന്റ് ആണ്. കമ്പോണന്റ് അല്ല. സോ feeds are everywhere and some of us are growing quite tired of them too. Feeds usually display user activity chronographically. ഇപ്പം think of your Twitter, Instagram feed. അപ്പോ ഹാസ് എവർ ചാർജിങ് കണ്ടന്റ് ആൻഡ് ഇപ്പം ഒരു ഫീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഫീഡ് കണ്ടിട്ടുണ്ടാവും കുറെ പോസ്റ്റും അങ്ങനെ അതിന്റെ റിപ്ലൈസ് അല്ലെങ്കിൽ അങ്ങനെ ഫീഡ് കുറെ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു യൂസർ ഇന്റർഫേസിൽ നമ്മൾ ഫീഡ് ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു യൂസറിന് ഒട്ടും ടയേർഡിങ് അല്ലാത്ത രീതിക്ക് നമ്മൾ ഡിസൈൻ ചെയ്യാൻ. എന്ന് വെച്ചാൽ ചപ്പ് ചവറ് ഇങ്ങനെ വലിച്ചു വാരി ആ ഒരു ഫീഡിന്റെ ഡിസൈൻ ഇടാതെ ആ ഒരു ഡിസൈനിനെ കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എത്രത്തോളം നല്ലതാണ് എന്നുള്ള രീതിക്ക് ആ ഫീഡ് ഡിസൈൻ ചെയ്താൽ അതിന്റെ ആ ഒരു യൂസറിന്റെ ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു യൂസറിന്റെ ആ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ കുറച്ചും കൂടെ നന്നാക്കാൻ പറ്റും. പിന്നെ അടുത്തത് ഫിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അത് യു ഐ യു എക്സ് ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്ന മോസ്റ്റ് പോപ്പുലർ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രൗസർ ബേസ്ഡ് ഇന്റർഫേസ് ഡിസൈൻ ടൂൾ ആണ്. ഇപ്പോൾ ഫിഗ്മ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ യൂസ് ചെയ്യാം, ആപ്പായിട്ട് യൂസ് ചെയ്യാം. UI UX ഡിസൈനിങ്ങിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. അതിനകത്ത് പ്രോട്ടോടൈപ്പിംഗ് മുതൽ ഡെവലപ്പേഴ്സിന്റെ കോഡ് വരെ ഫിഗ്മയ്ക്കകത്ത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. സോ ഫിഗ്മ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഫ്ലൂയിഡ് UI എന്ന് പറയുന്നത് കുറച്ചും കൂടെ പ്രോട്ടോടൈപ്പിംഗ് വയർ ഫ്രെയിമിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. നിങ്ങൾക്കത് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നമുക്കത് കാണാൻ പറ്റും ഫ്ലൂയിഡ് UI എന്താന്ന്. അത് കുറച്ചും കൂടെ ബേസിക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ ഫോണ്ട് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോ ഒരു ടെക്സ്റ്റിന്റെ ആ ഒരു ലുക്ക് ആൻഡ് ഫീല് മാറ്റുന്നതാണ് ഫോണ്ട് എന്ന് പറഞ്ഞാൽ. ഒരു പർട്ടിക്കുലർ സൈസ്, വെയിറ്റ്, അതിന്റെ ഇപ്പം പല ഫോണ്ടിനും പല ഡിസൈൻ ആയിരിക്കും. അതിനെയൊക്കെയാണ് ഫോണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഡിസൈൻ വരുമ്പോഴത്തേക്കും ഫോണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ നമുക്ക് ആ ഫോണ്ടിൽ കൂടെ ആ ഒരു ഫോണ്ടിന്റെ പവർ അല്ലെങ്കിൽ ആ ഒരു ഫോണ്ടിന്റെ ബോൾഡ്നെസ് ഇറ്റാലിക് ആണോ, അതിനത്ര അതെത്ര ബോൾഡ് ആണ്, അതെത്ര സാൻസ് സെരിഫ് ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ ഒരു യൂസർ ഇന്റർഫേസിന്റെ എത്രത്തോളം ആ ഒരു ഫീല് നമുക്ക് ഫോണ്ടിൽ കൂടെ കാണിക്കാൻ പറ്റും. ഇപ്പോൾ സാൻസ് സെരിഫ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സെരിഫ് ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ ഡിസൈൻ ഒക്കെ കാണിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സാൻസ് സെരിഫ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ പ്രൊഫഷണൽ എന്നാ കുറച്ചും കൂടെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു പവർ കാണിക്കാനുള്ള ആ ഒരു ഫോണ്ട്. അങ്ങനെ പല ഫോണ്ടില് നമുക്ക് പല ഫീൽസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഡിഫറെന്റ് ഡിസൈൻസ് ഉള്ള ഫോണ്ട് ഒക്കെ യൂസ് കഴിഞ്ഞാൽ ഇപ്പൊ ഹെൽവിക്ട അങ്ങനെ പല ഫോണ്ട് ഉണ്ട്. ഡിസൈനില് നമുക്ക് ചേരുന്ന ഫോണ്ട് നമ്മൾ ഇടാൻ ശ്രമിക്കുക. അപ്പൊ അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ കുറച്ചും കൂടെ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ സൈൻ അപ്പ് ചെയ്യുകയാണെങ്കിലും സൈൻ ഇൻ ചെയ്യാനെങ്കിലും സൈൻ ഔട്ട് ചെയ്യുകയാണെങ്കിലും സൈൻ ഔട്ട് ഇല്ല സോറി സൈൻ അപ്പ് ചെയ്യുകയാണെങ്കിലും അതിനെല്ലാം ഒരു ഫോം കാണും. ഇപ്പൊ സൈൻ ഇൻ ചെയ്യാനാണെങ്കിൽ യൂസർ നെയിം,
ലോഗിൻ ക്രിഡൻഷ്യൽസ്, യൂസർ നെയിം, പാസ്വേഡ്, ഇമെയില്, അതിന്റെ ഇപ്പോ സ് അങ്ങനെ ഒരു ഫോമിനെ, അത് കഴിഞ്ഞിട്ട് അതിന്റെ സബ്മിറ്റ് ബട്ടൺ കാണും, അല്ലെങ്കിൽ ലോഗിൻ ബട്ടൺ കാണും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പം ഏതൊരു വെബ്സൈറ്റിൽ കയറണമെങ്കിലും നമ്മൾ ആദ്യം ചോദിക്കുന്നത് സൈൻ അപ്പ് അല്ലെങ്കിൽ സൈൻ ഇൻ ആണ്. അപ്പൊ അതിന്റെ യൂസർ ക്രിഡൻഷ്യൽസിനെ അല്ലെങ്കിൽ ആ ഒരു കമ്പോണന്റിനെയാണ് ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ സൈൻ ഇൻ, സൈൻ അപ്പ്, അങ്ങനെ പല ഫോംസ് ഉണ്ട്. അതിന്റെയൊക്കെ ഡിസൈൻസ് നമുക്ക് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിനെയൊക്കെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോ ഫോം കമ്പോണന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത്ര ഡിസൈൻ എടുത്തിടാൻ പറ്റില്ല. കാരണം അത് യൂസേഴ്സിന് കുറച്ചും നല്ല പോലെ ക്ലിയർ ആയിട്ട് നിൽക്കേണ്ടതാണ്. കാരണം ടൈറ്റിൽ, അതിന്റെ ഇൻപുട്ട്, അടുത്ത യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡിന്റെ ടൈറ്റിൽ, അതിന്റെ ഇൻപുട്ട്. അപ്പോൾ അത് ഒരു എപ്പോഴും ഒരു ജനറൽ ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു യു എക്സിൽ എപ്പോഴും പോകുന്നത്. അതിനധികം ഡിസൈൻ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല എന്നല്ല, വരുത്താൻ പറ്റും. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ആ ഒരു യൂസറിന് നാവിഗേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഇൻപുട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ഫോമിൽ എന്താണ് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ആ ഒരു കൺഫ്യൂഷൻ വരാതെ നമുക്ക് ഫോം കുറച്ചും കൂടെ ജനറൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോംസിനൊക്കെ ഏകദേശം സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയായിരിക്കും. പിന്നെ ഫോം ഫീൽഡ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ഡെവലപ്മെന്റ് ബേസ്ഡ് വരുന്നതാണ്. നിങ്ങൾക്ക് ഈ ഫോം ഫീൽഡ് സ്റ്റേറ്റ്സ് കുറച്ചും കൂടെ വെബ്സൈറ്റ് നെറ്റ്വർക്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഫുൾ സ്റ്റാക്ക് ഡിസൈനർ എന്ന് പറയുമ്പോഴത്തേക്കും അറിയാം, അത് ഡെവലപ്മെന്റ് ആണ്, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡ്. അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ഒരു ഫുൾ സ്റ്റാക്ക് ഡിസൈനറാണ്. ഞാൻ യു ഐ ഡിസൈൻ മാത്രമല്ല, ഇന്ററാക്ഷൻ ഡിസൈന്, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ്, പിന്നെ യൂസർ എക്സ്പീരിയൻസും നോക്കുന്ന ആൾക്കാരാണ് ഫുൾ സ്റ്റാക്ക് ഡിസൈനേഴ്സ് എന്ന് പറയുന്നത്. അവര് ഫസ്റ്റ് ഓഫ് ഓൾ അവരെ ഡിസൈൻ തൊട്ട് അവരെ ക്ലയന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻ തൊട്ട് ഡിസൈനിങ്, യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്, യു ഐ യു എക്സ്, ഈ പറയുന്ന എല്ലാ ടേംസും, ഈ ഫ്രണ്ട് ആൻഡ് യു ഐ യു എക്സിൽ വരുന്ന എല്ലാ ടേംസിനെയും കറക്റ്റ് ഫുള്ളി, ഫുൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, അത് ഫുൾ ആ ഒരു എന്താ പറയാ ആ ഒരു വർക്കിനെ ഏറ്റെടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നവരാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം യൂസർ ഇന്ററാക്ഷൻ ഡിസൈൻ ആണെങ്കിലും ആനിമേഷൻ ആണെങ്കിലും ആ പ്രോഡക്റ്റിന്റെ പ്രോട്ടോടൈപ്പ് ആണെങ്കിലും അതെല്ലാം ചെയ്യും. പിന്നെ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റും കൂടെ ചെയ്യും. ഇപ്പൊ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെബ്സൈറ്റിന്റെ ഡെവലപ്മെന്റ്, അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഡെവലപ്പ് ചെയ്യുന്നതും കൂടിയിട്ടാണ് ഫുൾ സ്റ്റാക്ക് ഡിസൈനേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡിസൈനേഴ്സ് ആണ് കുറച്ചും കൂടെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഭയങ്കര എന്താ പറയാ ആവശ്യമായിട്ട് നിൽക്കുന്നത്. ഡിസൈനേഴ്സിന് മാത്രം ആവശ്യമില്ല എന്നല്ല, അതിൽ ഫുൾ സ്റ്റാക്ക് ഡിസൈനേഴ്സിൽ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ജോബ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും കുറച്ച് ആം, എന്താ പറയാ തല്ലുള്ള ഫീൽഡാണ്, ഇത്തിരി ഭയങ്കര പാക്ഡ് ആയിട്ടുള്ള ഫീൽഡാണ്. എന്നാൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് കുറെ ഡിസൈൻസ് അല്ലെങ്കിൽ കുറെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ജോബ് കിട്ടുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഫുൾ സ്റ്റാക്ക് ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ, പിന്നെ ഗ്രിഡ് എന്ന് പറഞ്ഞാല്, ഗ്രിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യു ഐ യു എക്സിലെ ഗ്രിഡ് ലേ ഔട്ട് വെച്ചിട്ട് ഒരു അലൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ഫിഗ്മയ്ക്കകത്ത് വരുന്ന ഒരു ടേമാണ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോ ആം, ആ ലേ ഔട്ട് ഗൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നമുക്ക് ഗൈഡ് വരും. ഗൈഡ് നമുക്ക് കോളംസ് ആയിട്ടോ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ നമുക്ക് ആ ഒരു ലേ ഔട്ട് നമുക്ക് അല്ലെങ്കിൽ ലേ ഔട്ട് ഗൈഡ് നമുക്ക് ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പോണൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഡിസൈനിനെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാനോ അലൈൻമെന്റ് ചെയ്യാനോ ആയിട്ട് നമുക്കൊരു ഗ്രിഡ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറച്ചും കൂടെ ഈസി ആയിട്ട് അലൈൻ ചെയ്യാം, കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് യു ഐ യു എക്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും.
നല്ല രീതിക്ക് അലൈൻ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ മാർജിൻ നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. കണ്ടോ, സൈഡിലുള്ള മാർജിൻ കൂടും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിന്റെ മാർജിൻ എത്ര വേണമെങ്കിലും നമുക്ക് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ 12 കോളം, ടാബ്ലറ്റിലാണെങ്കിൽ 8 കോളം എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആഹ്, അങ്ങനെ യൂസ് ചെയ്യാത്തതാണെങ്കിലും ഗ്രിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു UI UX കുറച്ചും കൂടെ കൃത്യമായിട്ട് അലൈൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും പറ്റും. അതിനൊരു ലുക്ക് ആൻഡ് ഫീൽ കുറച്ചും കൂടെ കൊണ്ടുവരാൻ പറ്റും. ഗട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഈ ഇടയ്ക്ക് വരുന്ന ആ ഒരു ഗ്യാപ്പ് ഇല്ലേ, ഇപ്പോൾ കമ്പോണൻസ് തമ്മിലുള്ള ഗ്യാപ്പ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് തമ്മിലുള്ള ഗ്യാപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻസ് തമ്മിലുള്ള ഗ്യാപ്പിനെ കറക്റ്റ് ആയിട്ട് യൂണിഫോം ആയിട്ട് വെക്കാനായിട്ട് ഒരുപോലത്തെ ഗ്യാപ്സ് വരാൻ വേണ്ടിയിട്ടാണ് ആ UI UX നമ്മൾ സോറി, ആ ഗട്ടറിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഗട്ടറിന്റെ ഒരു ഇത് നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. അപ്പൊ ആ ഒരു കമ്പോണൻസ് തമ്മിൽ എത്രത്തോളം ആം, എന്താ പറയാ, എത്രത്തോളം ഗ്യാപ്പ് ഗ്യാപ്പ് വരിക എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. ഇപ്പോ ഞാൻ ഒരു റെക്റ്റാങ്കിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഡെസ്ക്ടോപ്പ്, ഓക്കെ, ഇതിനകത്ത് ലേഔട്ട് ഗൈഡ്, ഗ്രിഡ് കോളം, ഗട്ടർ മാർജിൻ 20, ഗട്ടർ 20. ഓക്കെ, മാർജിൻ, ഓക്കെ, വെബ്സൈറ്റിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ 150 അല്ലെങ്കിൽ 120 വരെ മാർജിൻ പോകും. ഓക്കെ, സോ ഇപ്പോൾ ഒരു എന്താ പറയാ, ഗ്രിഡ് ലേ ഔട്ടാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ എടുക്കും. ഇങ്ങനെ കുറെ കോമ്പണന്റ് ഉണ്ട്, നമുക്കിത് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്യാൻ പറ്റും. കണ്ടോ, കറക്റ്റ് ആയിട്ട് സ്നാപ്പായിട്ട് നിൽക്കും. അപ്പൊ അതിനാണ് നമ്മൾ ഈ ഗ്രിഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ പിന്നെ കുറച്ച് കറക്റ്റ് ആയിട്ട് കണ്ടോ 20, അങ്ങനെ ആ ഒരു ഗ്രിഡ് ലേ ഔട്ട് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോ നമ്മള് നെറ്റ്ഫ്ലിക്സിൽ കണ്ടിട്ടുണ്ടാവും, മൂവി മൂവീസ് ഒക്കെ കാണിക്കുന്ന ഗ്രിഡ് ലേ ഔട്ടിലാണ് കൂടുതലും കാണിക്കുന്നത്. ആ ഒരു ലേ ഔട്ട് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കാണിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഗ്രിഡ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്നത് ഹാംബർഗർ മെനു എന്ന് പറഞ്ഞാൽ, കാണിക്കാൻ ഒരു ഹാംബർഗർ മെനു. ഓക്കെ, ഹാംബർഗർ മെനു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നാവിഗേഷൻ ബട്ടൺ, വെബ്സൈറ്റിൽ നമുക്ക് നാവിഗേഷൻ ബട്ടൺ ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നിരത്തി പിടിച്ച് 1 by 1 ഇങ്ങനെ ഇടാൻ പറ്റും. പക്ഷെ മൊബൈലിൽ വരുമ്പോഴത്തേക്കും അത് പോസിബിൾ അല്ല. കാരണം ആ ഒരു വിഡ്ത്ത് ഇല്ലേ, ആ ഒരു വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു മൊബൈലിന്റെ വിഡ്ത്ത് അത് നല്ലതല്ല. കാരണം അത് ചെറുതാവും തോറും നമുക്ക് ഇവിടെ സ്പേസ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോഴാണ് ഈ ഹാംബർഗർ മെനു എന്ന് പറയുന്നത് വരുന്നത്. ഹാംബർഗർ ഹാംബർഗർ മെനു എന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിനാണ് ഹാംബർഗർ മെനു എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു മെന്യൂസിനെ കാണിക്കാനുള്ള വിഡ്ത്ത് വെബ്സൈറ്റിന് കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ അതിനെ ഡിസേബിൾ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഹാംബർഗർ മെനുവിനെ എനേബിൾ ചെയ്യും. അപ്പോൾ UI UX ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഹാംബർഗർ മെനു ഫോൺ ആ ഒരു ഫോൺ വ്യൂവിൽ വരുമ്പോഴത്തേക്ക്, ആ ഒരു ഫോണിന്റെ വ്യൂവിൽ വരുമ്പോൾ ഹാംബർഗർ മെനു യൂസ് ചെയ്യണം. അപ്പം ഹാംബർഗർ ക്ലിക്ക് ചെയ്ത് വരില്ലേ, എന്താ വരാത്തെ? ആമസോൺ. ഓക്കെ, ഇപ്പോൾ ആമസോണിലാണെങ്കിൽ ഇവിടെ ഹാംബർഗർ മെനു വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇല്ല, ആമസോണിന് ആ സംഭവം ഇല്ല. അത് എന്തുവാടാ? ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ ആ ഒരു
ഹെഡർ അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ ഹാംബർഗർ മെനുവിൽ ഇവിടെ വന്ന് കിടക്കും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു പോപ്പപ്പ് പോലെ വന്നിട്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഈ സംഭവങ്ങളൊക്കെ മൊബൈൽ വ്യൂ വരുമ്പോഴത്തേക്ക് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് വേറൊരു മെനുവിൽ വേറൊരു ഡിസ്പ്ലേ പോലെ കാണിക്കും. ഹാംബർഗർ മെനു ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ലിസ്റ്റ് ആയിട്ട് കാണിക്കുന്ന പരിപാടി. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ലിസ്റ്റും കാണിക്കും. ഇവിടുന്ന് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് ക്ലോസ് ചെയ്യാം. അതാണ് ഹാംബർഗർ മെനു. അടുത്തത് വരുന്നത് ഫോം ഫോം ഫീൽഡ് ഫുൾ സ്റ്റാക്ക് ഗ്രിഡ് ഗട്ടർ ഹൈറാർക്കി ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ യു ഐ യു എക്സ് ഡിസൈൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നതാണ്. ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെബ് പേജ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഹൈറാർക്കി ഈസ് എ യു ഐ ഡിസൈൻ പ്രിൻസിപ്പിൾ യൂസ്ഡ് ടു പ്രസന്റ് ഇൻഫർമേഷൻ വിത്ത് ഡിഫറെന്റ് ലെവൽസ് ഓഫ് എംഫസിസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. യു ഐ ഡിസൈൻ പ്രിൻസിപ്പിൾ എനിക്ക് ഹൈറാർക്കി നോക്കട്ടെ. ഓക്കെ, ഇപ്പോ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോ ഓരോ കമ്പോണന്റ് അല്ലെങ്കിൽ യു ഐ കമ്പോണന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ് വാട്ട് പീപ്പിൾ സീ ഓർ റീഡ്. ഇപ്പോ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വായിക്കുന്നത് അതിന്റെ അതിന്റെ ടൈറ്റിൽ, അതിന്റെ ഡിസ്ക്രിപ്ഷൻ, അതിന്റെ അവിടെ കാണിക്കുന്ന ഇമേജസ് ഒക്കെ നമ്മൾ കാണുന്നതായിരിക്കും. നമ്മൾ ഏറ്റവും കുറവ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇതൊക്കെ വായിക്കും, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതിന് ഹൈറാർക്കിയിൽ ഏറ്റവും മേളിൽ നിൽക്കും. പീപ്പിൾ റീഡ് ദാറ്റ്. സോ അത് ഹൈറാർക്കിയിൽ ഏറ്റവും കൂടുതൽ മേളിൽ നിൽക്കുന്നതാണ്. പിന്നെ ആൾക്കാർ കുറച്ച് വായിക്കുന്നത് കൂടുതലും ഈ പറയുന്ന ഫൂട്ടറിലെ ഇതൊന്നും നമ്മൾ വായിക്കില്ല. ഏറ്റവും കൂടുതൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഹൈറാർക്കിയിൽ വരുന്നതാണ് ഫൂട്ടറിലെ നമുക്ക് ആ ഒരു ടെക്സ്റ്റും കാര്യങ്ങളും ഒക്കെ. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും നമ്മൾ ഇതുവരെ വായിച്ചിട്ടില്ല. ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. കാരണം നമ്മളൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ ഒരു യു ഐ ഹൈറാർക്കിയിൽ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആ ഒരു കമ്പോണൻസിനെ നമ്മൾ എന്താ പറയുക ഹൈറാർക്കിയിൽ കൊണ്ടുവരണം. അതാണ് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ. എന്തിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത്, എന്തിനാണ് ഇമ്പോർട്ടൻസ് കുറവ് കൊടുക്കേണ്ടത്, അതിനുള്ളതാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. പിന്നെ ഐക്കൺ എന്ന് പറഞ്ഞാല് ഈ ഫേസ്ബുക്കിന്റെ ഐക്കൺ, എക്സിന്റെ ഐക്കൺ, ലിങ്ക്ഡിന്റെ ഐക്കൺ, അതിനൊക്കെ ഒരു പറയുന്ന ഒരു ടേം ആണ് ഐക്കൺ എന്ന് പറഞ്ഞാൽ. ഇമേജസ് ഐക്കൺ എന്ന് പറഞ്ഞാല് ഇപ്പോ ഇപ്പൊ ഫേസ്ബുക്കിന്റെ ഐക്കൺ കണ്ടപ്പോൾ നമുക്ക് അത് ഫേസ്ബുക്കിലേക്ക് ലിങ്ക് ചെയ്തുകൊണ്ടൊരു ബട്ടൺ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് പോകും. അപ്പൊ അതുപോലത്തെ ഐക്കൺസ് ഇപ്പോ ഇത് കണ്ടാൽ നമുക്ക് മെസ്സേജിനുള്ള അല്ലെങ്കിൽ അത് ചാറ്റിനുള്ള ഐക്കൺ ആണെന്ന് നമുക്ക് മനസ്സിലാവാനുള്ള കാരണം ഓരോ ഐക്കണിനും ഓരോ മീനിങ് ഉണ്ട്. ആ ഒരു മീനിങ്ങിനനുസരിച്ച് യു ഐ യു എക്സിനകത്ത് ഐക്കൺസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സെർച്ച് ബട്ടൺ കണ്ടു കഴിഞ്ഞാൽ അത് ഈ ഒരു വെബ്സൈറ്റിനകത്ത് ടെർമിനോളജീസ് അല്ലെങ്കിൽ ടേംസിനെ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ടെക്സ്റ്റിനെ സെർച്ച് ചെയ്യാനുള്ളതാണ് നമുക്കറിയാൻ. കാരണം നമ്മൾ എപ്പോഴും യു ഐ യു എക്സിൽ അല്ലെങ്കിൽ ഡിസൈനിങ്ങിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കുറെ ഐക്കൺസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് ഐക്കൺസ് ഉണ്ട്. അപ്പോൾ അതാണ് ഐക്കൺസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഐക്കൺസ് എന്ന് പറയുന്നത് സെർച്ച്, ഈ പറയുന്ന ഐക്കൺസ് ഒക്കെ നമ്മൾ കുറെ യൂസ് ചെയ്യും. അതൊക്കെ കറക്റ്റ് ആയിട്ട് യു ഐയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂസറിന് കുറച്ചും കൂടെ നാവിഗേറ്റ് ചെയ്യാനുള്ള എളുപ്പമുണ്ട്. സോ അടുത്തെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷണൽ കമ്പോണൻസ്. ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ, പ്രോഗ്രസ് ബാർ, മൊഡാൽ വിൻഡോസ്. ഇപ്പം നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഒരു യൂസറിന് ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ആ ഒരു വെബ്സൈറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ എന്തെങ്കിലും പെട്ടെന്ന് യൂസറിന് ഇൻഫർമേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് പോപ്പപ്പ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ബോക്സസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഡെവലപ്മെന്റ് കുറച്ചേലും അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ അലേർട്ട് യൂസ് ചെയ്യും. അപ്പോൾ എന്തേലും ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ ആ അലേർട്ട് നമുക്ക്
ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതിനാണ് ഇൻഫർമേഷണൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. ആ അലേർട്ട് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷണൽ കമ്പോണന്റ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻപുട്ട് കൺട്രോൾ. ഇൻപുട്ട് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു input controls are interactive elements used in on any interface. These include checkboxes. ഇപ്പം നമ്മൾ ചെക്ക് ബോക്സസ് പറഞ്ഞു, റേഡിയോ ബട്ടൺ പറഞ്ഞു, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് പറഞ്ഞു. ആ ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന യു ഐ കമ്പോണൻസിനെയാണ് ഇൻപുട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ ഇൻപുട്ട് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ ഇൻ സൈൻ അപ്പ് അങ്ങനത്തേലൊക്കെ നമ്മൾ എന്തേലും ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ യൂസറിന്റെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ട് വാങ്ങണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു യു ഐ അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു കമ്പോണന്റിന്റെ പേരാണ് ഇൻപുട്ട് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇൻപുട്ട് ഫീൽഡിനകത്ത് വെക്കുമ്പോൾ തന്നെ സൂചിപ്പിക്കുന്ന യൂസേഴ്സിന് ടെക്സ്റ്റ് അവിടെ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവിഷൻ സ്റ്റുഡിയോ. അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരു ടൂളാണ്. നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഇമ്പോർട്ടന്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇൻവിഷൻ സ്റ്റുഡിയോ നിങ്ങളത് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സോ അടുത്തത് കെബാബ് മെനു എന്ന് പറഞ്ഞാൽ കെബാബ് മെനു കെബാബ് മെനു എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഓക്കെ, കെബാബ് മെനു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ആം, ഇപ്പൊ നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും ഈ 3 ഡോട്ട് അല്ലെങ്കിൽ ആ ഒരു ഫിൽട്ടർ മെന്യൂസ് ഒക്കെ കാണിക്കുമല്ലോ. ഹാംബർഗർ മെനു, ഡോണർ മെനു, ബെൻഡോ, കെബാബ് മെനു. ഓക്കെ, ഈ കെബാബ് മെനുവിന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ സെറ്റിങ്സിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതോ അതിനെ കാണിക്കുന്നതിനാണ് ഈ കെബാബ് മെനു കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ നമ്മള് ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കാണുന്ന മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ലിസ്റ്റ് ഓഫ് ഡേറ്റ കാണും. അതിനകത്ത് ടൈറ്റിൽ കാണും, അതിന്റെ ഡിസ്ക്രിപ്ഷൻ കാണും, അതിന്റെ എന്താണ് ആ പ്രോഡക്റ്റ് എന്ന് കാണും, അതിന്റെ പ്രൈസ് കാണും. അതുപോലെ തന്നെ കെബാബ് മെനു യൂസ് ചെയ്യുന്നത് ഇപ്പൊ സെറ്റിംഗ്സിലാണെങ്കിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് സെറ്റിംഗ്സ് കാണിക്കും. ആ സെറ്റിംഗ്സ് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നതെന്ന് അതിന്റെ ഒരു സബ് ആയിട്ട് ടൈപ്പ് ഇത് കാണും. ഇപ്പോ സെറ്റിംഗ്സ് യു ഐ എന്ന് കാണിച്ചാൽ ഓക്കെ, ഈ ഒരു ഇതിനാണ് സെറ്റിംഗ്സ് യു ഐ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഫോണിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം കാണുന്നത് തന്നെയാണ് സെറ്റിംഗ്സ് മെനു. സോ ഇതെല്ലാം കാണിക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് പോകാനൊരു ഐക്കണാണ് ഈ കബാബ് മെനു അല്ലെങ്കിൽ ഒരു സെറ്റിംഗ്സ് മെനു എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, ലൈൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പോഗ്രഫിയുടെ അതിന് എത്ര ഹൈറ്റ് ഉണ്ട്, അതിന്റെ ഹൈറ്റ് എത്രത്തോളം വരും, പിന്നെ അതിന്റെ അതാണ് ലൈൻ ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലിസ്റ്റ് ബോക്സസ് കുറച്ചും കൂടെ സ്പീഡിൽ പോകാം, കാരണം ഇനിയിപ്പോ അരമണിക്കൂറും കൂടെ ഉള്ളൂ. അരമണിക്കൂർ നീണ്ടു പോയാലും പ്രശ്നം തന്നെ. സോ ഞാൻ കുറച്ചും കൂടെ സ്പീഡിൽ പോകുന്നതിന് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ആൻഡ് ലിസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ചെക്ക് ബോക്സസ്, ലിസ്റ്റ് ഓഫ് ചെക്ക് ബോക്സസ്, അങ്ങനെ മച്ച് ലൈക്ക് ചെക്ക് ബോക്സസ്, ലിസ്റ്റ് ഓഫ് ബോക്സസ് allows user to check single multiple items at a time. ഇപ്പോൾ മൾട്ടിപ്പിൾ ചെക്ക് ബോക്സസ് ഉണ്ടെങ്കിൽ അതിനൊരു ലിസ്റ്റ് ഓഫ് ബോക്സസ് എന്ന് പറയാം. അതിന്റെ യു ഐ നമുക്ക് യൂസേഴ്സിന് കുറച്ചും കൂടെ എളുപ്പമാക്കാൻ ഒരു മൾട്ടിപ്പിൾ ഐറ്റംസ് ഒരുമിച്ച് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ലിസ്റ്റ് ഓഫ് ബോക്സസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ലോഡിംഗ് ഓർ ലോഡർ ബാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോ ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സർക്കുലർ ലോഡറോ അല്ലെങ്കിൽ ലോഡിംഗ് ബാറോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗെയിം ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിന് ഡൗൺലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയം ഇങ്ങനെ അല്ലെങ്കിൽ അതിന്റെ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് ലോഡിംഗ് ബാർ എന്നൊക്കെ പറയുന്നത്. അതിന്റെ യു ഐ ആണ് ലോഡിംഗ് ലോഡർ ബാർ. അത് ആം, പിന്നെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ പ്രോഗ്രസ് കാണിക്കാനായിട്ട് പ്രോഗ്രസ് ബാർ ഒക്കെ ആയിട്ട് കാണിക്കുന്നതിനും ലോഡിംഗ് ലോഡർ ബാർ ഒക്കെ കാണിക്കാൻ പറ്റും. പിന്നെ ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ വെബ്സൈറ്റിനാണെങ്കിൽ ഇതാണ് ലോഗോ. ലോഗോ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഓക്കെ, ലോഗോ. പിന്നെ മാർജിൻ എന്ന് പറഞ്ഞാൽ ഓരോ കമ്പോണന്റിനും ബാക്കിയുള്ള കമ്പോണന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അതിനെ കാണിക്കുന്നതിനാണ് മാർജിൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു വെബ്സൈറ്റിന്
ഈ രണ്ട് സൈഡിലും ഇത്രത്തോളം മാർജിൻ ഉണ്ട്. ആ മാർജിൻ നമ്മൾ സ്പെസിഫൈ ചെയ്ത് ചെയ്യുന്നതിനാണ് ഡിസൈൻ ചെയ്യണം. കാരണം നമുക്ക് ഒരിക്കലും ഈ ഒരു ടെക്സ്റ്റിനെ സൈഡിൽ ഇവിടെ പേസ്റ്റ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ സെൻസ് കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് മാർജിൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് നമുക്ക് ആ ഡേറ്റയോ അല്ലെങ്കിൽ ആ ഒരു കമ്പോണന്റിനെ കാണിക്കാൻ പറ്റും. ഇത് അലൈൻമെന്റിനകത്ത് തന്നെ വരുന്നതാണ് ഈ മാർജിൻ എന്ന് പറയുന്നത്. സോ മാർജിൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് മാർവൽ. അൺഫോർ അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് സ്പൈഡർമാൻ. ഓക്കെ, മാർവൽ promises all the core functionality you need to design, build digital products, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് വയർ ഫ്രെയിം, പ്രോട്ടോടൈപ്പ്. ആ ഒരു ആ ഒരു ഇതിനെയാണ് പറയുന്നത് മാർവൽ എന്ന് പറയുന്നത്. മാർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വയർ ഫ്രെയിമിങ്, പ്രോട്ടോടൈപ്പിംഗ്, ആ ഒരു ഡിസൈൻ സ്പെക്സ് ഓഫ് ഹാൻഡ്, അതിനെയാണ് മാർവൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാല് ഈ ഓക്കെ മീറ്റ് ബോൾ മെനു. മീറ്റ് ബോൾ മെനു എന്ന് പറയുന്നത് ഇങ്ങനെ ബെന്റോ മെനു, ഡോളർ മെനു, ഈ പറയുന്ന സെറ്റിംഗ്സിന്റെ കബാബ് മെനു ഇപ്പൊ നേരത്തെ പറഞ്ഞു. അതാണ് മീറ്റ് ബോൾ മെന്യൂസ് എന്ന് പറയുന്നത്. പല മെന്യൂസ് ഉണ്ട്, പല രീതിക്ക്. അതിങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ there are set of other settings. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് അധികം സെറ്റിങ്സിന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗൂഗിൾ അല്ലെങ്കിൽ ജിമെയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേളിൽ കാണാം ആ, ഈ ഒരു ബെൻഡോ എന്ന മെനു നമുക്ക് കാണാൻ പറ്റും. ആ ബെൻഡോ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു ഗ്രിഡ് ഓഫ് ഐറ്റംസ് നമുക്ക് കിട്ടും. അതിനകത്ത് ഡ്രൈവ് ഉണ്ട്, ഗൂഗിളിന്റെ വേറെ വേറെ പ്രോഡക്ട്സ് ഉണ്ട്. അതിനെയൊക്കെ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കമ്പോണൻസ് അല്ലെങ്കിൽ അതിനകത്ത് ഒരു സെറ്റ് ഓഫ് സെറ്റിങ്സ് അല്ലെങ്കിൽ അതിനകത്ത് ഒരു സെറ്റ് ഓഫ് പ്രോഡക്ട്സ് അങ്ങനെ കാണിക്കാൻ പറ്റും എന്ന് കാണിക്കുന്നതിനാണ് ഈ ബെൻഡോ മെനു ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഡോണർ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിൽറ്ററിങ് എന്ന് പറയുന്നതിന്റെ ഒരു ഐഡിയ കാണിക്കുന്നതിനാണ് ഡോണർ മെനൂസ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ പലതും, അതുപോലെ ബാക്കിയുള്ളതും അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ മെസ്സേജ് ബോക്സസ്. പിന്നെ മെസ്സേജ് ബോക്സസ് അറിയാം നിങ്ങൾക്ക്, മെസ്സേജ് കാണിക്കുന്ന ആ ഒരു എന്താണ് ഇപ്പം കമന്റ് ബോക്സസ് ആണെങ്കിൽ കമന്റ് ഇട്ട് കഴിഞ്ഞിട്ട് അത് മെസ്സേജ് ബോക്സസ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ആ മെസ്സേജ് അല്ലെങ്കിൽ ഒരു പോസ്റ്റിന്റെ അടിയിൽ മെസ്സേജ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വാട്സാപ്പിനകത്ത് നമ്മുടെ ആ യൂസർ ടെക്സ്റ്റ് കൊടുക്കുന്നത് മെസ്സേജ് ബോക്സ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതാണ് മെസ്സേജ് ബോക്സ്. പിന്നെ മെസ്സേജ് ബോക്സ് മോഡൽ എന്ന് പറഞ്ഞാൽ മെസ്സേജ് ബോക്സസ് ആർ ഓൾസോ നോൺ ആസ് മോഡൽ വിൻഡോസ്. അപ്പൊ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പോപ്പപ്പ് മോഡൽ വിൻഡോ എന്ന് പറഞ്ഞാൽ മോഡൽ മോഡൽ വിൻഡോ പ്രൊനൗൺസിയേഷൻസ് മോഡൽ വിൻഡോസ്. ഓക്കെ, ആ ഒരു നമ്മൾ ആ ഒരു വെബ്സൈറ്റിന്റെ മേളിൽ ഇപ്പൊ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താലും അലേർട്ട് പോലെ വരുന്നതിനാണ് നമ്മൾ മൊഡാൽ വിൻഡോസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ മൊഡാൽ വിൻഡോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ടോ, നമ്മളൊരു ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസ് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ മൊഡാല് എടുത്ത് കാണിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ, ബാക്കിയുള്ള യു ഐനെല്ലാം ബ്ലർ ചെയ്ത് ആ ഒരു മൊഡാലിലേക്ക് യൂസറിന്റെ ഫോക്കസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു അലേർട്ട്, അല്ലെങ്കിൽ ആ ഒരു യു ഐ യു എക്സ് എന്ന് വെച്ചാൽ ആ ഒരു ഡിസൈനിന്ന് എടുത്തു നിൽക്കണം. പെട്ടെന്ന് ഒരു അലേർട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി യു ഐ അല്ലെങ്കിൽ യു എക്സിനെയൊക്കെ ബ്ലർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കളേഴ്സിനെ ഡിം ചെയ്തുകൊണ്ടോ ആ ഒരു പോപ്പപ്പ് മൊഡാലിനെ എടുത്തു കാണിക്കുന്നതിനാണ് മൊഡാൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു മൊഡാൽ കയറി വന്നു കഴിഞ്ഞാൽ ഒരു എല്ലാ യൂസേഴ്സിന്റെയും ആ ഒരു അട്രാക്ഷൻ അല്ല ആ ഒരു ഫോക്കസ് മൊഡാലിലേക്ക് പോകും. എന്നിട്ട് അത് നമ്മൾ വായിച്ച് നോക്കും. അതാണ് അതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മളത് വായിച്ച് നോക്കിയിട്ട് എസ് ഓർ നോ കൊടുക്കുക, അല്ലെങ്കിൽ എസ് ഓർ ക്യാൻസൽ കൊടുക്കുക. അതിനാണ് പോപ്പപ്പ് മൊഡാൽ എന്ന് പറയുന്നത്. അല്ലെ അലേർട്ട് പോലെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് മൂഡ് ബോർഡ്. മൂഡ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസൈൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു നമ്മുടെ ഒരു പ്രോഡക്റ്റിൽ നമ്മുടെ മൂഡ് എന്താണ്,
ആ ഒരു നമുക്ക് എന്താണ് ആ ഒരു നമുക്ക് എന്താ പറയാ ആ ഒരു ഫീല് നമ്മൾ ഡിസൈനേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഏത് വെബ്സൈറ്റിൽ നിന്നാണ് ഇൻസ്പിറേഷൻ എടുക്കേണ്ടത്. ഇപ്പൊ ഞാനൊരു പിൻട്രസ്റ്റ്, ഞാൻ കൂടുതലും എൻ്റെ മൂഡ് ബോർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ വെബ്സൈറ്റിന്റെ ഡിസൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പോയി വെബ്സൈറ്റ് ഡിസൈൻസ്. ഇപ്പോൾ എനിക്ക് എന്താ പറയാ കുറച്ചും കൂടെ ലൈറ്റ് തീംഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വേണ്ടതെങ്കിൽ ഞാൻ സെർച്ച് ചെയ്യും. റെഫറൻസസിന് വേണ്ടി ഞാൻ സെർച്ച് ചെയ്യും. അപ്പൊ എനിക്ക് എന്താ പറയാ കുറച്ചുകൂടെ പ്രോഡക്റ്റ് കാണിക്കാൻ പാകത്തിനുള്ളതാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഈ റെഫറൻസസിനെ എല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഞാൻ എൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവന്ന് ഒരു സെക്ഷനിൽ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നതിനാണ് മൂഡ് ബോർഡ് എന്ന് പറയുന്നത്. മൂഡ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ വെബ്സൈറ്റ് ഏത് ഏത് ഫീൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ലൈറ്റ് തീമിലാണോ പോകേണ്ടത്, ബെൻഡോ ഗ്രിഡ്സ്, അല്ലെങ്കിൽ ഈ പറയുന്നതാണ് ബെൻഡോ ഗ്രിഡ്സ് എന്ന് പറയുന്നത്. പല പല കമ്പോണൻസ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നതാണ് ബെൻഡോ ഗ്രിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ നമ്മൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന് റെഫറൻസ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എടുക്കുന്നതിനാണ് നമ്മൾ മൂഡ് ബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ പല ഡിസൈൻസ് ഇൻസ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള വേറെ ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കുന്നതിനാണ് അത് ആ ഒരു സ്റ്റെപ്പിനെയാണ് മൂഡ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂഡ് ബോർഡ്സ് ആർ എസെൻഷ്യൽ ഫോർ കൊളാജ് ഓഫ് ഇമേജസ്, ടെക്സ്റ്റ് ആൻഡ് സാമ്പിൾ ഓഫ് ഒബ്ജക്ട്സ് ഇൻ ഡിസൈൻ കമ്പോസിഷൻ. നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പല ഇമേജസിനെ കൊളാജ് ആയിട്ട് വെച്ചുകൊണ്ട് ആ നമുക്ക് ഇപ്പോൾ ഒരു കമ്പോണന്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻസ്പിറേഷൻ, ഈ കൊളാജ് ഓഫ് ഇമേജസ് ഇൻസ്പിറേഷൻ എടുത്ത് നമുക്ക് പുതിയൊരു യുണീക്ക് ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് മൂഡ് ബോർഡ് എന്ന് പറയുന്നത്. നാവിഗേഷണൽ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാം, നാവ് ബാർ, ഈ നാവിഗേഷൻ ബാർ എന്ന് പറഞ്ഞ എല്ലാ വെബ്സൈറ്റിലും കാണുന്നതാണ്. ആ ഒരു യൂസറിനെ നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും, ഇപ്പം ഹോമിലേക്കാണെങ്കിലോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിലാണെങ്കിൽ നമ്മുടെ അബൌട്ട് മീയിലേക്കാണെങ്കിലോ, അല്ലെങ്കിൽ ആ യൂസറിനെ ഇപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് കാണിക്കാനുള്ള ആ ഒരു സെക്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാവിഗേഷൻ ബാർ ഉണ്ടെങ്കിൽ ആ ഒരു യൂസറിനെ നാവിഗേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനെയാണ് നാവിഗേഷണൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. നാവിഗേഷണൽ കമ്പോണന്റ് നാവ് ബാർ മാത്രമല്ല, ഇപ്പോ ഒരു ആരോ കൊടുത്താൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരു വേറൊരു കമ്പോണന്റിലേക്ക് അല്ലെങ്കിൽ വേറൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട് ഏതൊരു എലമെന്റ് യൂസ് ചെയ്താലും, ഇപ്പൊ ഇത് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനവും നാവിഗേഷണൽ കമ്പോണന്റ് ആയിട്ട് വരുന്നതാണ്. കാരണം നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫേസ്ബുക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകും, നാവിഗേറ്റ് ചെയ്യുന്നതാണ് നാവിഗേഷണൽ കമ്പോണന്റ്. നമ്മൾ ആ ഫേസ്ബുക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് നാവിഗേറ്റ് ചെയ്യാണ് യൂസറിന്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആർട്ടിക്കിളിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേറ്റ് ചെയ്യും ഡിസൈനിലേക്ക്, കരിയറിലേക്കോ ലീഡർഷിപ്പിലേക്കോ. അല്ലെങ്കിൽ ആ ഒരു നാവ് ബാറിനെയാണ് നമ്മൾ നാവിഗേഷണൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. പിന്നെ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം, ഇൻസ്റ്റയിലാണെങ്കിലോ വെബ്സൈറ്റിലാണെങ്കിലോ അല്ലെങ്കിൽ ഫോണിലാണെങ്കിലോ പെട്ടെന്ന് ആ ഒരു ആപ്പിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് കാണിക്കാനോ അല്ലെങ്കിൽ യൂസറിനെ നോട്ടിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ യൂസറിന്റെ ആ ഒരു അറ്റൻഷൻ അതിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്താണ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകും. അത് കഴിഞ്ഞാൽ ഒറിഗാമി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഡിസൈൻ ടൂളാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഒറിഗാമി സ്റ്റുഡിയോ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. ഇത് പലതും എനിക്ക് പലതും എന്നല്ല, ഇതിൽ 25% ടൂൾസും എനിക്ക് പുതിയത് തന്നെയാണ്. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ഫിഗ്മ തന്നെയാണ്. സോ ഒറിഗാമി സ്റ്റുഡിയോ ഞാനും ചെക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. കാരണം ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ കൂടുതൽ ടൂൾസ് ഒക്കെ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഒറിഗാമി സ്റ്റുഡിയോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ആൻഡ് പാഡിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് ക്ലോസ് ടു മാർജിൻ എന്ന് പറഞ്ഞു. മാർജിൻ അല്ല, ക്ലോസ് ടു മാർജിൻ ആണ്. മാർജിൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പോണന്റിന്റെ പുറത്ത്, എന്ന് വെച്ചാൽ ഒരു കമ്പോണന്റിന്റെ ഇപ്പോ ഇതൊരു കമ്പോണന്റ് ആണെങ്കിൽ അതിന്റെ പുറത്തുള്ള ആ ഒരു ഗ്യാപ്പിനെ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. ഇപ്പൊ പാഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കമ്പോണന്റിനകത്ത് വരുന്ന കണ്ടന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ്. ഇപ്പൊ ഞാൻ പറയാം, ഞാനിപ്പോ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തു.
ടെക്സ്റ്റ്. ഓക്കെ, ഈ ടെക്സ്റ്റിന് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിന് ഇത് കണ്ടോ, ഇതിനെയാണ് പാഡിംഗ് എന്ന് പറയുന്നത്. ഈ 30-32 എന്ന് പറയുന്ന ആ ഒരു ഇത് കണ്ടില്ലേ, ആ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ആ കമ്പോണന്റിന്റെ ഔട്ട്ലൈനും ആ ഒരു കണ്ടന്റും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പിനെയാണ് ആ കമ്പോണന്റിന്റെ പാഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ടെക്സ്റ്റിന് ഡെവലപ്മെന്റിലാണ് ഇത് കൂടുതലും വരുന്നത്, പക്ഷെ ഇവിടെയും ഇത് ആവശ്യമാണ്. കാരണം ഫിഗ്മയ്ക്കകത്തും പാഡിങ് വരുന്നുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ഇപ്പം നമ്മള് 32 ഒന്ന് രണ്ട് ഓക്കെ, ഇതാണ് ആ ഒരു ടെക്സ്റ്റിന്റെ പാഡിങ്. അതുപോലെ തന്നെ ഇമേജിന് പാഡിങ് കൊടുക്കാം. അതുപോലെ തന്നെ വേറെ സബ് ടെക്സ്റ്റിന് പാഡിങ് കൊടുക്കാം. അപ്പൊ ആ ഒരു കമ്പോണന്റിനകത്തുള്ള കണ്ടന്റിന്റെ പാഡിങ് ആണ്. അപ്പോൾ പാഡിങ്, ഈ ടെക്സ്റ്റിന് പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള ആ ഒരു ഗ്യാപ്പ് കൂടും. ഇപ്പൊ ടെക്സ്റ്റിന് പാഡിങ് ഞാൻ ഒരു 30 ആക്കി കഴിഞ്ഞാൽ ഈ സബ് ടെക്സ്റ്റ് താഴോട്ട് പോകും. കാരണം ഈ ഇതിനാണ് പാഡിങ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് പേജിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോ കുറെ കണ്ടന്റ്, ഇപ്പൊ ഒരു കുറെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ, അതായത് ആമസോണിലൊക്കെ ആണെങ്കിൽ കുറെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ സെലക്ഷൻ ഇങ്ങനെ ഫസ്റ്റ് പേജിൽ നിന്ന് സെക്കൻഡ് പേജിലോട്ട്, തേർഡ് പേജിലോട്ട്, ഫോർത്ത് പേജിലോട്ട് പോകുന്നതിനാണ് പേജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂസേഴ്സിന് ആ പല പേജസിലേക്ക് പോകാനായിട്ട് എളുപ്പമുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പേജിൽ നിന്ന് സെവൻത്ത് പേജിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ യൂസറിന് എളുപ്പമുണ്ട്. നെക്സ്റ്റ് ഞെക്കിക്കൊണ്ടിരിക്കണ്ട. അതിനാണ് പേജിനേഷൻ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഈ കമ്പോണന്റ് ആമസോണിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാം ഇതിനെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. അത് ആ ഒരു ഡിസൈനറിന്റെ വിഷ്വൽ അല്ലെങ്കിൽ ആ ഒരു ഇതുപോലെ ഇരിക്കും, ആ ഒരു വെബ്സൈറ്റിന്റെ പർപ്പസ് പോലെ. പിന്നെ പ്ലസ് ബട്ടൺ യൂഷ്വലി ഷേപ്ഡ് ആസ് എ പ്ലസ് സൈൻ, അറിയാം. പ്ലസ് ബട്ടൺ എന്തെങ്കിലും കൺകാറ്റിനേറ്റ് ചെയ്യെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ, ഇപ്പം ടു ഡു ലിസ്റ്റ് ഒക്കെ നിങ്ങൾ എപ്പോഴേലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിങ്ങളുടെ UI UX നിങ്ങൾ എപ്പോഴേലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ടു ഡു ലിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പുതിയൊരു ടാസ്ക് അല്ലെങ്കിൽ പുതിയൊരു ടാസ്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലസ് ബട്ടൺ അവിടെ വെക്കും. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പുതിയ ടാസ്ക് ആഡ് ചെയ്യാനുള്ള ഇതൊക്കെ. പ്ലസ് ബട്ടണിൽ നമ്മൾ UI UX എപ്പോഴും ഡിപ്പിക്ട് ചെയ്യുന്നത് എന്തേലും ആഡ് ചെയ്യുക, എന്തേലും കമ്പോണന്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ എന്തേലും സംഭവങ്ങൾ യൂസറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അങ്ങനെയാണ് പ്ലസ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് വേണം പ്രൈമറി ബട്ടൺ, സെക്കൻഡറി ബട്ടൺ. അതിന് ഇപ്പോൾ പ്രൈമറി ബട്ടൺ എന്ന് വെച്ചാൽ വിഷ്വലി ഡോമിനന്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പം ഫസ്റ്റ് നമ്മൾ വെബ്സൈറ്റിൽ പോകുമ്പോഴത്തേക്ക് ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ സൈൻ ഇൻ സൈൻ ഇൻ നൗ അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊക്കെ പറയുന്ന ബട്ടൺ കുറച്ചുകൂടെ എടുത്ത് നിൽക്കും. കാരണം അത് കുറച്ചും കൂടെ വിഷ്വലി ഡോമിനന്റ് ആയിട്ട് നിൽക്കണം. കാരണം അവര് ആ ഒരു പ്രോഡക്റ്റിന്റെ ഒരു ഗെറ്റ് ഇൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന്റെ ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ബട്ടൺ, അല്ലെങ്കിൽ പ്രൈമറി ബട്ടൺ അല്ലെങ്കിൽ സെക്കൻഡറി ബട്ടൺ എന്നൊക്കെ നമ്മൾ വിഷ്വലി ആ ഒരു ബട്ടണിനെ കുറച്ചും കൂടെ സിഗ്നിഫിക്കന്റ് ആക്കും. ആ ബട്ടൺ കുറച്ചും എത്ര സിഗ്നിഫിക്കന്റ് ആവുന്നോ, കൂടുതൽ സിഗ്നിഫിക്കന്റ് ആവാൻ പാടില്ല. കാരണം വിഷ്വലി ആ യൂസറിന്റെ ആ ഒരു ഫോക്കസ് ബട്ടണിലേക്ക് പോകണം. അപ്പൊ ബട്ടണിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് യൂസറിനുണ്ടാകും. ആ ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ ഇവിടെ പ്രൈമറി ബട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കും യൂസറിന്റെ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് അവിടെ നമുക്ക് കൂടുതലായിരിക്കും. സെക്കൻഡറി ബട്ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോ ഈ മെസ്സേജിന്റെ ബട്ടൺ പോലെയോ ഇല്ലെങ്കിൽ ഇത് അത്ര സിഗ്നിഫിക്കന്റ് അല്ല. ആ, അപ്പൊ അതിനെയാണ് സെക്കൻഡറി ബട്ടൺസ് എന്ന് പറയുന്നത്. പ്രൈമറി ബട്ടൺസ് കുറച്ചും കൂടെ സിഗ്നിഫിക്കന്റ് ആയിരിക്കും. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഫോർ മാക്, പ്രിൻസിപ്പിൾ ഈസി. ഓക്കെ, പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സോഫ്റ്റ്വെയറിനും ഓരോ, അല്ലെങ്കിൽ ആനിമേഷൻ അല്ലെങ്കിൽ മാക്കിനോ അല്ലെങ്കിൽ ഓരോ സോഫ്റ്റ്വെയറിനും ഓരോ പ്രിൻസിപ്പിൾ ഉണ്ടാവും. പ്രിൻസിപ്പിൾ ഫോർ മാക് ഈസ് ആൻ ഈസി ടു യൂസ് ഡിസൈൻ സോഫ്റ്റ്വെയർ ഫോർ ക്രിയേറ്റിംഗ് ആനിമേഷൻ ആൻഡ് ഇന്ററാക്റ്റീവ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഫോർ മാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, മാക്കിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഇന്ററാക്ഷൻ എലമെന്റ്, അതെനിക്കറിയത്തില്ലായിരുന്നു, സോറി. സോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു
ടൂളാണ്. മാക് യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് പോയി ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ പ്രോഗ്രസ് ബാർ ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ഒരു പ്രോഗ്രസ്സിനെ ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജിൽ എടുത്ത് കാണിക്കുന്നതാണ്. നമുക്ക് എത്രത്തോളം പ്രോഗ്രസ് ആയി എന്ന് കാണിക്കുന്നതിനാണ് പ്രോഗ്രസ് ബാർ എന്ന് പറയുന്നത്. പ്രോഗ്രസ് ബാർ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എന്തേലും നിങ്ങൾ NPTEL യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലേണിംഗ് കോഴ്സറ അങ്ങനത്തെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പ്രോഗ്രസ് ബാർ കാണാൻ പറ്റും. പ്രോഗ്രസ് ബാർ ഇതാ ഇത് ഈ അല്ലെങ്കിൽ വെബ്സൈറ്റ് ലോഡ് ചെയ്യുന്നത് എത്ര സമയം എടുത്തു അല്ലെങ്കിൽ അതിനൊക്കെ കാണിക്കാം പ്രോഗ്രസ് ബാർ. ഇപ്പോൾ 60% നമുക്ക് പല രീതിക്ക് പ്രോഗ്രസ് ബാർ ഡിസൈൻ ചെയ്യാം. ലീനിയർലി ചെയ്യാം, സർക്കുലർലി ചെയ്യാം, സ്റ്റേജസ് ആയിട്ട് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. പിന്നെ സ്റ്റോപ്സ് വെച്ചുകൊണ്ട് പ്രോഗ്രസ് ബാർ. സ്റ്റോപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോഗ്രസ് ബാർ ഒരു സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫീച്ചർ ഓപ്പൺ ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെക്കണമെന്നെങ്കിൽ അങ്ങനെ വെക്കാം. നമുക്ക് പല രീതിക്ക് നമ്മുടെ ഡിസൈൻ പ്രോഗ്രസ് ബാറിന്റെ ഡിസൈൻ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അടുത്തത് പ്രോഗ്രസ് ബാർ. ഓക്കെ. പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു നമ്മൾ വെബ്സൈറ്റിന്റെ ഡിസൈൻ ഒക്കെ കഴിഞ്ഞു. ആ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏത് പേജിലേക്കാണ് പോവുക, അത് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഡെവലപ്പറിന് ആ ഒരു ഐഡിയ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടോടൈപ്പിംഗ് ചെയ്യും. പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ആ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് അതിന്റെ ആനിമേഷൻ വരിക, എങ്ങനെയാണ് അത് ആ വെബ്സൈറ്റ് യൂസറിന് ഒരു ആനിമേഷൻ അല്ലെങ്കിൽ യൂസറിന്റെ ഇന്ററാക്ഷൻ വരുമ്പോഴത്തേക്കും ആ ഒരു യൂസർ എവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും, അതിന്റെ ആ ഒരു ഡെവലപ്പ് ചെയ്യാതെ തന്നെ ഫിഗ്മയിൽ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയറിലാണെങ്കിൽ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിങ്ങിന്റെ ഏത് സോഫ്റ്റ്വെയറിൽ നമുക്ക് ഡിസൈനിനെ ഒരു ഒരു യൂസർ ഫ്ലോ, ആ യൂസർ എങ്ങനെയാണ് ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യുക എന്ന് കാണിക്കാനുള്ളതാണ് പ്രോട്ടോടൈപ്പിംഗ്. ആനിമേഷൻ വരും അതില്, അതിന്റെ നാവിഗേഷൻ ബാർ അല്ലെങ്കിൽ അതിന്റെ അങ്ങനത്തെ ഇന്ററാക്ഷൻസ് ഒക്കെ എടുത്ത് കാണിക്കും. പ്രോട്ടോപൈ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോപൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോടൈപ്പിന് ഏറ്റവും ഈസിലി ഫ്ലെക്സിബിളി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രോട്ടോപൈ ഫിഗ്മയിലെ പ്രോട്ടോടൈപ്പിംഗ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പ്രോട്ടോപൈ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കുറച്ചുകൂടെ ബീനർ ഫ്രണ്ട്ലി ആണ്. കുറച്ചുകൂടെ അതിന്റെ ആ ഒരു ആനിമേഷനോ അല്ലെങ്കിൽ ഇന്ററാക്ഷനോ നമുക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ആണ് പ്രോട്ടോപൈ. പിന്നെ റേഡിയോ ബട്ടൺ ഞാൻ പറഞ്ഞു. റേഡിയോ ബട്ടൺ എന്ന് പറഞ്ഞാൽ ചെക്ക് ബോക്സിന്റെ അടുത്ത് വരുന്നതാണ്. അത് ചെക്ക് ബോക്സ് പോലെ യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ഐറ്റംസ് അറ്റ് എ ടൈം ക്ലിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെയാണ് റേഡിയോ ബട്ടൺ എന്ന് പറഞ്ഞാൽ. പിന്നെ റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലാണെങ്കിലും ടാബ്ലറ്റിലാണെങ്കിലും ഡെസ്ക്ടോപ്പിലാണെങ്കിലും നമ്മളെ ഡിസൈൻ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. ഇപ്പം ഞാൻ കാണിച്ചു ഈ വെബ്സൈറ്റ് ആണെങ്കിൽ തന്നെ ഇത് റെസ്പോൺസീവ് ഡിസൈൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പം മൊബൈലിന്റെ വ്യൂ വരുമ്പോഴത്തേക്കും ഇതെല്ലാം ഇതിന്റെ മാർജിൻ കുറഞ്ഞു കുറഞ്ഞു, പാഡിങ് കുറഞ്ഞു, ഇമേജിന്റെ സൈസ് കുറഞ്ഞു, ടെക്സ്റ്റിന്റെ സൈസ് കുറഞ്ഞു. ഇവിടെ ബർഗർ മെനു വന്നു. ആം, കുറെയൊക്കെ എലമെന്റ് കുറച്ചും കൂടെ കൊളാപ്സിബിൾ ആക്കുക, കുറച്ചും കൂടെ മൊബൈൽ വ്യൂവിൽ വരുമ്പോൾ മാനേജബിൾ ആക്കുക. അങ്ങനെ ഒരു ഡിസൈനിനെ പല മൊബൈൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യൂ പോർട്ടിൽ വരുമ്പം അതിന്റെ ഡിസൈൻ കുറച്ച് എന്താ പറയാ, മടുപ്പിക്കരുത്. യൂസറിനെ മടുപ്പിക്കാതെ തന്നെ ആ ഒരു നമ്മൾ ഇൻവിഷൻ ചെയ്ത നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ അല്ലെങ്കിൽ ആ നമ്മൾ ഉദ്ദേശിച്ച യൂസറിന്റെ യൂസർ ഫ്ലോയും ഒക്കെ പല വ്യൂ പോർട്ടിലും വരാൻ പാകത്തിന് ഡിസൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ പറയാ
ആഹ് എന്താ പറയാ, എവിടെ പോയി, ആ റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറയാം. റെസ്പോൺസീവ് ആണ്. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ നിന്ന് ടാബ്ലറ്റിലേക്ക് പോകുമ്പോഴോ ടാബ്ലറ്റിൽ നിന്ന് മൊബൈലിലേക്ക് പോകുമ്പോഴോ ആ ഡിസൈനിന് ഒരു ഇഷ്യൂവും വരാതെ യൂസറിന് ആ ഒരു ഫീല് കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റണം. അതിന്റെ വിട്ട് കുറയുന്നതാണെങ്കിലോ അതിന്റെ ടെക്സ്റ്റിന്റെ വലിപ്പം കുറയുന്നതാണെങ്കിലോ മൊബൈലിലാവുമ്പോഴത്തേക്കും ബട്ടൺ കുറച്ചും കൂടെ ചെറുതാവുക, ബട്ടൺ ബട്ടന്റെ പ്ലേസ്മെന്റ്. ഇപ്പോൾ അടുത്തത് പറയുന്നത് ഞാൻ സ്കിപ്പ് ചെയ്ത് കാണിക്കാം. ഓക്കെ, തമ്പ് റീച്ചബിലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു ആഹ് ഇത് വരും മൊബൈലിന്റെ വ്യൂവിൽ വരുമ്പം. മൊബൈലിന്റെ വ്യൂവിൽ വരുമ്പോഴത്തേക്കും തമ്പ് റീച്ചബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു മൊബൈൽ, നിങ്ങൾക്ക് എല്ലാവർക്കും മൊബൈൽ ഉണ്ടാവും, നിങ്ങൾക്ക് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കൂടുതലും നമ്മൾ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയി അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡേഴ്സ് ആയിരിക്കും നമ്മൾ കൂടുതൽ ആൾക്കാർ. നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ കൂടുതലും ആ ഒരു റീച്ചബിലിറ്റി വരുന്നത് റൈറ്റ് എന്ന് വെച്ചാൽ ബോട്ടം, ആ ഒരു മൊബൈലിന്റെ ആ ഒരു ഹാഫ് വരെ നമ്മുടെ കൈ സുഖമായിട്ട് പോകും. നമുക്ക് നോ ഇവിടെ മൊബൈലിൽ എൻ്റെ കയ്യിൽ കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. സോ നിങ്ങളുടെ മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈസി ആയിട്ടുള്ള ഒരു റീജിയനെ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് തമ്പ് റീച്ചബിലിറ്റി, പിന്നെ അതുപോലെ അപ്പൊ ബട്ടൺസ് ഒക്കെ വരുമ്പോഴത്തേക്കും കൂടുതലും ബോട്ടം ഭാഗത്ത് വെക്കുന്നതായിരിക്കും യൂസേഴ്സിന് കുറച്ചും കൂടെ ഈസി ആയിട്ട്. അത് മൊബൈൽ വ്യൂവില്. ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ഇത് പ്രശ്നമില്ല, കാരണം നമ്മൾ മൗസ് ആണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ തമ്പ് യൂസ് ചെയ്യുന്നില്ല. സോ ഇതൊക്കെ ഈ ഡൂവബിൾ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എന്താ പറയാ കുറച്ചും കൂടെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ബട്ടൺസ് ഒക്കെ വെക്കാം. ഇപ്പോ ഫേസ്ബുക്ക് ആണെങ്കിലോ ഈ പറയുന്ന ഇതൊക്കെ മൊബൈൽ വ്യൂവിൽ വരുമ്പോൾ മേളിലായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ ഇൻസിഗ്നിഫിക്കന്റ് അല്ലാത്തതൊക്കെ കുറച്ചും കൂടെ മേളിലോട്ട് വെക്കാം മൊബൈൽ വ്യൂവില്. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ബട്ടൺസ് അല്ലെങ്കിൽ കൂടുതലും ഞെക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ നാവ് ബാർ പോലുള്ള കാര്യങ്ങളൊക്കെ മൊബൈലിൽ വരുമ്പോഴും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന നാവ് ബാർ ഒക്കെ താഴെ വരുന്നതിന്റെ കാരണം അതാണ്. നമ്മൾ കൂടുതലും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും നാവ് ബാറിന് വേണ്ടിയിട്ട് മേളിലോട്ട് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് ഭയങ്കര പാടാണ്. So, അതിനാണ് തമ്പ് റീച്ചബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കാനിങ് പാറ്റേൺ. സ്കാനിങ് പാറ്റേൺ, പ്ലാനിങ് ഓഫ് ദ ലേഔട്ട് ആസ് എ വെബ് പേജ്. അപ്പോൾ വെബ് പേജ് എങ്ങനെയാണ് അതിന്റെ ഇത് വരേണ്ടതെന്നൊക്കെ ഉള്ളത്. ദെൻ പ്ലാനിങ് ദ ലേഔട്ട് ഓഫ് എ വെബ്സൈറ്റ്. വെബ്സൈറ്റ് എങ്ങനെ ഇരിക്കണം എന്നുള്ളതിന് എന്താ പറയാ, ലേഔട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആപ്ലിക്കേഷൻ ഡിസൈനേഴ്സ് മസ്റ്റ് കെയർഫുള്ളി ചൂസ് ദ പ്ലേസ്മെന്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ്. ഇപ്പോൾ സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന തമ്പ് റീച്ചബിലിറ്റി ഏകദേശം ആ ഒരു ഇതിൽ വരും. ഇതിന്റെ പ്ലേസ്മെന്റ്, അതിന്റെ ടെക്സ്റ്റ്, അതിന്റെ എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ പ്ലേസ്മെന്റ് എവിടെയാണ് വരേണ്ടതെന്നുള്ളത് ആ ഒരു ചെക്ക് ചെയ്യുന്നതിനാണ് ഈ സ്കാനിങ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നെ സെർച്ച് ഫീൽഡ് അറിയാം. ഈ സാധനം ഈ സെർച്ച് ഞെക്കി കഴിഞ്ഞാൽ ആ ബ്ലോഗിനകത്ത് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. അതിനാണ് സെർച്ച് ബട്ടൺ എന്ന് പറയുന്നത്. പിന്നെ ഷെയർ ബട്ടൺ, ഈ വെബ്സൈറ്റിനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന എവിടെയെങ്കിലും നമ്മൾ ഷെയർ ബട്ടൺ വെക്കുകയാണെങ്കിൽ അത് ഷെയർ ബട്ടൺ എന്ന് പറയുന്നത്. പെട്ടെന്ന് യൂസറിന് ഷെയർ ചെയ്യാൻ പാകത്തിന്, അല്ലെങ്കിൽ എന്താ പറയാ ആ വെബ്സൈറ്റിന് അത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലോഗ് ഒക്കെ ആണെങ്കിൽ അത് ആ ബ്ലോഗിന് ഷെയർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ സിഗ്നിഫിക്കൻസ്. അപ്പൊ ബ്ലോഗ് ഒക്കെ പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റണം എന്നാണെങ്കിൽ ആ ബ്ലോഗിംഗ് വെബ്സൈറ്റ് ഒക്കെ കുറച്ചുകൂടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ആ ഷെയർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷന് ആ ഒരു സിഗ്നിഫിക്കൻസ് കൊടുക്കും. അപ്പൊ യൂസറിന് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു വെബ്സൈറ്റിന്റെ റീച്ച് കൂടും. അങ്ങനെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെബ്സൈറ്റിന്റെ റീച്ചബിലിറ്റി അങ്ങനത്തെയൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും. അപ്പോൾ വെബ്സൈറ്റ് എത്രത്തോളം പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് UI UX-ലും ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ സൈഡ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, ഇപ്പൊ ആമസോണിലാണെങ്കിൽ സൈഡിൽ ഇങ്ങനെ ടൂൾ ബാറോ അല്ലെങ്കിൽ സൈഡ് ബാറോ കാണാം. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ ഈ പറയുന്ന സൈഡ് ബാർ ഇല്ലേ, ഇതിനാണ് സൈഡ് ബാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോം പേജ്, ഷോർട്ട്, അതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് യൂസറിന് റീച്ചബിൾ ആയിട്ട് അല്ലെങ്കിൽ യൂസറിന് ആക്സസിബിൾ ആയിട്ട് ഒരു ടൂൾ ബാർ അല്ലെങ്കിൽ ഒരു എന്താ പറയാ സൈഡ് ബാർ കൊടുക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ് യൂസറിന്. അത് യൂസർ എക്സ്പീരിയൻസ് കൂട്ടും. അതുപോലെ തന്നെ ഫിഗ്മിക്കകത്തും ഉണ്ട് സൈഡ് ബാർ അല്ലെങ്കിൽ ടൂൾ ബാർ എന്ന് പറയുന്നത്. അത്
എല്ലാ ബേസിക് ടൂൾസും ആ ഒരു ടൂൾ ബാറിൽ അല്ലെങ്കിൽ ഒരു സൈഡ് ബാറിൽ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ യൂസേഴ്സിന് കുറച്ചും കൂടെ ഈസി ആയിട്ട് ആക്സസബിൾ ആയിട്ട് നമുക്ക് ടൂൾസ് ഒക്കെ വെക്കാൻ പറ്റും. ടൂൾ ബാർ, സൈഡ് ബാർ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ടൂളാണ്. നമുക്ക് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ നമുക്ക് ഡ്രോ ചെയ്യാനും വയർ ഫ്രെയിം ചെയ്യാനും പ്രോട്ടോടൈപ്പ്. വയർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഈ ഡിസൈൻ ഒന്നും കാണത്തില്ല. ഈ ബേസിക് ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ആ, കാണിക്കുന്നതാണ് വയർ ഫ്രെയിം എന്ന് പറയുന്നത്. വയർ ഫ്രെയിം കണ്ടോ? ഇപ്പൊ ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിന്റെ ബ്രൗസറിന്റെ ഭാഗങ്ങളാണിത്. സെർച്ച് ബാർ എവിടെ വരണം, ഇതിന്റെ ബട്ടൺസ് ഒക്കെ എവിടെ വരണം, ഈ ഫുള്ളി ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു വയർ ഫ്രെയിം ഉണ്ടാക്കി എങ്ങനെയാണ് ഇതിന്റെ ഐഡിയാസ് അല്ലെങ്കിൽ ഇതിന്റെ പ്ലേസ്മെന്റ്സ് ഒക്കെ എവിടെയാണെന്നുള്ളത് ഈസി ആയിട്ട് ആ, കാണിക്കാൻ പറ്റും. ഇപ്പൊ ഒരു ക്ലയന്റിനാണ് കാണിക്കുന്നതെങ്കിൽ പറയാ വയർ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ക്ലയന്റിന് അയച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് വെബ്സൈറ്റിന്റെ പ്ലേസ്മെന്റ് വരുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു ടൂൾ ബാർ അല്ലെങ്കിൽ സൈഡ് ബാർ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. മേളിലാണ് ഞാൻ സെർച്ച് ബാർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഫുള്ളി ഡിസൈൻ ചെയ്ത് സമയം കളഞ്ഞ് യൂസ് ക്ലയന്റിന് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഈ പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു വയർ ഫ്രെയിം ക്ലയന്റിന് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ വയർ ഫ്രെയിമിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാനും പറ്റും. സെർച്ച് ബാർ അവിടെ വേണ്ട, സെർച്ച് ബാർ കുറച്ചുകൂടെ സൈഡിലോട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ടൂൾ ബാർ വേണ്ട, സൈഡ് ബാർ വേണ്ട എന്നൊക്കെ. പക്ഷെ ഫുൾ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ആ ഒരു എന്താ പറയാ ക്ലയന്റിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ വയർ ഫ്രെയിമിൽ ആ ഒരു ടൈം വേസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ഐഡിയാസ് ഐഡിയേറ്റ് ചെയ്ത് നമുക്ക് ക്ലയന്റിന് കൊടുക്കാൻ പറ്റും. അതാണ് ഈ എന്താ പറയാ ഇത് പറയുന്നത് പ്രോ വയർ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ വയർ ഫ്രെയിം, പ്രോട്ടോടൈപ്പിംഗ്, ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് സ്കെച്ച് എന്ന് പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ടൂളാണ്. ഇൻ മൈ ഒപ്പീനിയൻ. നിങ്ങൾക്ക് അത് ചിലപ്പം ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ഈ സ്കെച്ച് ഒക്കെ നമുക്ക് ഫിഗ്മയ്ക്കകത്തും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ സ്കെച്ച് പല സ്പെസിഫൈ അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന കുറച്ച് ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടോടൈപ്പിംഗ്, വയർ ഫ്രെയിമിംഗ് ഒക്കെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ സ്പീഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് സ്ലൈഡ് കൺട്രോൾ. നമുക്കിപ്പോൾ ആമസോണിൽ കണ്ടിട്ടുണ്ടാകും, നമ്മൾ പ്രൈസിന്റെ റേഞ്ച് കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ സ്ലൈഡർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്ലൈഡ് കൺട്രോൾസ് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോ ഇപ്പൊ നിങ്ങൾ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓരോ വിൻഡോസിലോ അല്ലെങ്കിൽ ലിനക്സിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടോ നമ്മൾ അല്ലെങ്കിൽ അതിന്റെ ഓഡിയോ അല്ലെങ്കിൽ അതിന്റെ ബ്രൈറ്റ്നെസ് ഒക്കെ കുറയ്ക്കുമ്പോഴോ അതിന് നമ്മൾ സ്ലൈഡർ യൂസ് ചെയ്യും. അത് ഒരു കമ്പോണന്റ് ആണ്. സ്ലൈഡർ യൂസ് ചെയ്താൽ എന്താ പറയാ കറക്റ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വരുന്നതാണ് സ്റ്റെപ്പർ. സ്റ്റെപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ക്വയറ്റ് സിമിലർ ടു സ്ലൈഡേഴ്സ്. സ്ലൈഡർ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് എന്താ പറയാ ഒരു ഇത് കാണും. സ്റ്റെപ്പായിട്ടായിരിക്കും നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ €10 to 75 നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. സ്റ്റെപ്പർ വരുമ്പോഴത്തേക്കും 10 to 20 അല്ലെങ്കിൽ 20 to 30 അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫൈഡ് ആ ഒരു എമൗണ്ടിലേക്ക് മാത്രമേ പോകാൻ. കണ്ടില്ലേ, പ്രീ ഡിഫൈൻഡ് എമൗണ്ട് ഇപ്പോൾ 10 to 100 യൂറോ നമുക്ക് 10-ന്ന് നേരെ 20 യൂറോയിലേക്ക് മാത്രമേ ജമ്പ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ അതിന് സ്റ്റെപ്പർ എന്ന് പറയും. സ്റ്റെപ്പായിട്ട് മാത്രമേ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റുള്ളൂ. അതുപോലെ തന്നെ അടുത്തതാണ് ടാഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ടാഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇതിൽ ടാഗ് ഇല്ല. ടാഗ് എവിടെയാണ്? ഓക്കെ, ഇപ്പൊ ഒരു ഞാൻ പറയാം ഇവിടെ ഈ ഒരു ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഈ ഒരു ഐക്കണിൽ ഹോവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ മേളിൽ ഇങ്ങനെ വെക്കുമ്പോൾ ക്ലിക്ക് ചെയ്യാതെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഇൻഫർമേഷൻ ഇത് ലിങ്ക്ഡിനേക്ക് പോകാനുള്ള ആ ഒരു ലിങ്ക് ആണ് എന്ന് കാണിക്കുന്നതിനാണ് ഈ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോവർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ടാഗ് എഴുതി കാണിച്ചാൽ യൂസറിന് അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് അത് എന്താണെന്നുള്ളതിന് ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും.
അതിനാണ് ടാഗ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കാണാം, ഇപ്പോൾ ടീഷർട്ട് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ ടാഗ് കാണും. അതുപോലെ ആ ഒരു ഐഡിയയിലാണ് ടാഗ് നമ്മൾ ഡിസൈനിലേക്ക് വരുന്നത്. പിന്നെ ടാബ് ബാർ എന്ന് പറഞ്ഞാൽ ടാബ് ബാർസ് ആർ appears at the bottom of the mobile app and they tell users where they are. അപ്പോൾ ടാബ് ബാർ എന്ന് പറഞ്ഞാൽ ആ യൂസർ എവിടെയാണ്, അല്ലെങ്കിൽ ആ ഒരു മൊബൈൽ വ്യൂവിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഈ ടാബ് ബാർ എന്ന് പറയുന്നത്. ടാബ് ബാർ നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടാവും. ഈ നാവ് ബാറിൽ തന്നെ ആഹ് ആഹ് ഇപ്പോ ടാബ് ബാർ ഞാൻ കാണിച്ചു തരാം, അതായിരിക്കും എളുപ്പം. ടാബ് ബാർ, സോ ആനിമേറ്റഡ് ടാബർ. ഇപ്പോൾ ഹോമിലാണെങ്കിൽ ഹോമിൽ ഈ സർക്കിൾ നിന്നിട്ട് യൂസറിന് മനസ്സിലാവും നമ്മൾ ഹോമിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ക്യാമറ സെലക്ട് ചെയ്യണമെങ്കിൽ ക്യാമറയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ആനിമേറ്റഡ് ടാബറോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ടാബ് ചെയ്യാം. ഇപ്പോൾ ഗെയിംസിലാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ കണ്ടു കാണും, ഈ മൊബൈൽ വ്യൂവിൽ ഗെയിംസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കാണും. ഗെയിംസിലാണ് നമ്മൾ യൂസറെ നിൽക്കുന്നത്, ആപ്സിൽ പോയി കഴിഞ്ഞാൽ ആപ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഇൻഡിക്കേറ്റർ കാണും. അതിനാണ് ഈ ടാബ് ബാർ അല്ലെങ്കിൽ നാവിഗേഷൻ ബാർ എന്ന് പറയുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ഫീൽഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ യൂസറിനെ കൊണ്ട് എന്തെങ്കിലും ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് തമ്പ് റീച്ചബിലിറ്റി ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയാ, ഇപ്പൊ ഫിഗ്മയ്ക്കകത്താണെങ്കിൽ ഈ ടൂൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ടൂൾ ടിപ്പിൽ പറയും. അപ്പൊ ഇപ്പൊ ഈ ഇതിൽ ഹോവർ ചെയ്താൽ ഇത് മൂവ് ആണ്, ഇതിൽ ഹോവർ ചെയ്താൽ ഇത് ഫ്രെയിം ആണ്. അതിന്റെ ഷോർട്ട് കട്ടും പറയുന്നുണ്ട്. എഫ് ആണ് ഫ്രെയിമിന്റെ ഷോർട്ട് കട്ട്, റെക്ടാങ്കിളിന്റെ ഷോർട്ട് കട്ട് ആർ ആണ്. അപ്പൊ ഏകദേശം ഈ പറയുന്ന ടാഗ് പോലെ തന്നെ, പകരം ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൂള് എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ടിപ്പ് പോലെ കൊടുക്കും. ഹോവർ ഓവർ സെർട്ടൻ ഐറ്റം, എ ടൂൾ ടിപ്പ് അപ്പിയേഴ്സ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഫർദർ. ഓക്കെ. ടോഗിൾ എന്ന് പറഞ്ഞാൽ ടോഗിൾ ബട്ടൺ, ഞാൻ പറഞ്ഞില്ല ഓൺ ആൻഡ് ഓഫ് ബട്ടൺ. ടോഗിൾ ബട്ടൺ എന്നടിച്ചാൽ ഈ ഈ കാണുന്ന ഇന്ത്യ എൻ, ഇത് ടോഗിൾ ബട്ടൺ ആണ്, ഓൺ ആൻഡ് ഓഫ് ബട്ടൺ. പിന്നെ ഇത് ടോഗിൾ ബട്ടൺ ആണ്, ഇതൊക്കെ ടോഗിൾ ബട്ടൺ ആണ്, ഓൺ ആൻഡ് ഓഫ്. ആകെ അത് ടോഗിൾ ബട്ടൺ. ഓക്കെ. അത് കഴിഞ്ഞാൽ ടൈപ്പ് ഫേസ്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഈസ് എ വെരി സ്പെസിഫിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് എനി ടെക്സ്റ്റ് ഓർ ലെറ്ററിങ് ഓൺ എ സ്ക്രീൻ. ആ ഒരു ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയാ, ആ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് പറയുന്നത് ടൈപ്പ് എന്ന് പറയുന്നത്. ടൈപ്പ് ഫേസ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ സെറ്റ് ഓഫ് ലെറ്ററിങ്. ടൈപ്പ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു ഒരു ഫോണ്ടിന് ഒരു പല ഫോണ്ട് പല ഡിഫറെന്റ് ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള ഡിസൈനിലായിരിക്കും വരുന്നത്. ഇപ്പോൾ ഈ ഫോണ്ട് ഭയങ്കര ലീൻ ആണ്, അല്ലെങ്കിൽ ഒരു സാദാ സാദാ ഫോണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറ്റാലിക് ആയിട്ടുള്ള ഒരു ഫോണ്ട്, അതിന് കുറച്ചും കൂടെ ബോൾഡ്നെസ്സും ഉണ്ട്. ഇതിനെയൊക്കെയാണ് ഒരു ടൈപ്പ് ഫേസ് എന്ന് അല്ലെങ്കിൽ ടൈപ്പോഗ്രഫി എന്നൊക്കെ പറയുന്നത്. കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടുള്ളതിന് ബോൾഡ് ടൈപ്പ് അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള ടൈപ്പ് ഫേസ്. അപ്പോൾ ടൈപ്പ് ഫേസ് ടൈപ്പോഗ്രഫി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളൂ, അത് ഈ ടെക്സ്റ്റിന്റെയും ഫോണ്ടിന്റെ ഒക്കെ ഒരു ഇതിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് യു ഐ സാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രോഡക്റ്റ് ആണ് ഇവര്. ആ പിന്നെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. പിന്നെ യൂസർ ഇന്റർഫേസ്, ഞാൻ ഇത്രയും നേരം പറഞ്ഞു യൂസർ ഇന്റർഫേസ് എന്താണ്. ഇൻപുട്ട് കൺട്രോൾ, ആ ഒരു യൂസറിന്റെ ആ ഒരു ഇന്ററാക്ഷൻ, നമ്മൾ യൂസർ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിസൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ യൂസർ ഇപ്പോൾ ഒരു ഇന്റർഫേസ്, ഇപ്പോൾ ഒരു മൊബൈൽ ആണെങ്കിൽ അതൊരു യൂസർ ഇന്റർഫേസ്. ആ യൂസർ ഇന്റർഫേസിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു യൂസറിനെ നമുക്ക് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ യൂസറിനെ നമുക്ക് യൂസർ ഇന്റർഫേസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻപുട്ട് കൺട്രോൾ, എനേബിൾ ദ യൂസർ ടു ഇൻപുട്ട് ഇൻഫർമേഷൻ. അപ്പോൾ ഇൻപുട്ട് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ, ഇൻപുട്ട് വാങ്ങാനുള്ളത് നാവിഗേഷൻ എലമെന്റ്സ്. അപ്പോൾ യൂസർ ഇന്റർഫേസിലൊക്കെയാണ് ഈ എലമെന്റ്സ് ഒക്കെ വരുന്നത്. നെക്സ്റ്റ് യൂസർ ഇന്റർഫേസ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ മൊബൈലിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ. യൂസർ ഇന്റർഫേസ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആ കാണുന്ന കാര്യങ്ങളെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിനാണ്
യൂസർ ഇന്റർഫേസ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ യു ഐ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്ത ഓരോ എലമെന്റിനെയാണ് യു ഐ എലമെന്റ് എന്ന് പറയുന്നത്. പിന്നെ യു എക്സ് എന്ന് പറഞ്ഞാൽ യൂസർ എക്സ്പീരിയൻസ്, ബേസിക്കലി ഡിസ്ക്രൈബ്സ് ഹൗ ദ യൂസർ ഫീൽസ് വെൻ ദ വെൻ ദേ യൂസ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് യൂസറിന് കിട്ടുന്ന ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിനെയാണ് പറയുന്നത് യൂസർ എക്സ്പീരിയൻസ്. യൂസർ എക്സ്പീരിയൻസിന് നമ്മൾ എത്രത്തോളം പോളിഷ് ചെയ്യുന്നോ അല്ലെങ്കിൽ എത്രത്തോളം നല്ലതാക്കുന്നോ ആ യൂസർ എക്സ്പീരിയൻസ് നന്നാവും. അപ്പൊ പ്രോഡക്റ്റിന് കുറച്ചും കൂടെ നല്ല രീതിക്ക് നമുക്ക് യൂസേഴ്സിന് ആ ഒരു എന്താ പറയാ, നല്ല ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. അപ്പൊ ആ പ്രോഡക്റ്റ് കുറച്ചും കൂടെ റിറ്റൈനബിൾ ആയിരിക്കും. റിറ്റൈനബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൽ കുറച്ചുകൂടെ യൂസർ നിൽക്കും. ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ യു ഐ യു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലമാണ്. ആ കിടില യു ഐ യു എക്സ് ഒരു വലിയ ഫാക്ടറാണ് യൂസേഴ്സിനെ അവിടെ റിട്ടൈൻ ചെയ്യിപ്പിക്കുന്നത്. റിട്ടൈൻ ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂസേഴ്സിനെ അവിടെ നിലനിർത്തുക. ആ യൂസേഴ്സ് അവിടെ നിന്ന് ആ ആപ്പ് എത്രത്തോളം യൂസ് ചെയ്യുക എന്നുള്ളത് യു ഐ യു എക്സിന്റെ ഏറ്റവും വലിയൊരു ഘടകമാണ്. അപ്പം യു എക്സ് എത്രത്തോളം നല്ലതാവുന്നോ യൂസേഴ്സ് അത്രത്തോളം ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യും. ഇപ്പൊ യു എക്സ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഫീല്, ആ ഒരു യൂസറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ കൂട്ടാം എന്നുള്ളതിന് റിസർച്ചിങ്ങും അതിന്റെ ആ ഒരു ഡിസൈനിങ് ഒക്കെ ആയിരുന്നു. നിങ്ങൾക്കിപ്പോ ബട്ടൺ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഇടാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു മൊബൈലിലാണെങ്കിൽ ഞാൻ പറഞ്ഞു അതിന്റെ തമ്പ് റീച്ചബിലിറ്റി അതെല്ലാം ഒരു ഫാക്ടറാണ്. ആ യൂസറിന് ഇപ്പം ബട്ടൺ റീച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ് അല്ലെങ്കിൽ ആ ഒരു യു എക്സ് ശരിയല്ലെന്നാണെങ്കിൽ അവർ ആ ആപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ പതുക്കെ പതുക്കെ അവർക്ക് ആ മടുത്ത് തുടങ്ങും. അപ്പൊ യു എക്സ് ഡിസൈൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യു എക്സ് പിൻ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലർ ടൂളാണ്. നിങ്ങൾക്കത് ചെക്ക്ഔട്ട് ചെയ്യാം. കാരണം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല യു എക്സ് പിൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. സോ വിഷ്വൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അസ്തെറ്റിക് അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൻ എത്രത്തോളം നന്നായിട്ട് കാണുക. അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റിന്റെ ഹോം പേജ് വരുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ അസ്ത്രയുടെ അസ്ത്ര നമ്മൾ ടെക്നിക്കൽ ഇവന്റ് നടത്തിയപ്പോൾ നമ്മൾ യൂസ് ചെയ്ത വെബ്സൈറ്റിനകത്ത് നമ്മൾ ആ ഒരു അസ്തെറ്റിക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വിഷ്വൽ പ്ലീസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസറിനെ കുറച്ചുകൂടെ എന്താ പറയാ, ആ യൂസറിന് കുറച്ചുകൂടെ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു, ആ വെബ്സൈറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത കുറെ വിഷ്വൽ ഡിസൈൻ അസ്തെറ്റിക്സ് ഒക്കെയാണ് അസ്ത്രയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റോബോട്ടിനെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അസ്ത്രയ്ക്കകത്ത് അസ്ത്ര ടെക്നിക്കൽ അറിയാലോ, ഇവന്റ് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. നമ്മൾ കോളേജിൽ നടത്തിയതാണ്. അതിനകത്ത് നമ്മൾ ഗ്ലാസ് മോർഫിസം തീമില് നമ്മൾ വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ആ ഒരു വിഷ്വൽ ഇതൊക്കെയാണ് നല്ലത്. അത് കഴിഞ്ഞാൽ വയർ ഫ്രെയിം, അത് കഴിഞ്ഞ് വയർ ഫ്രെയിം ഞാൻ പറഞ്ഞു. പിന്നെ എക്സ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിന്റെ ഹൈറ്റ്, ആ ടെക്സ്റ്റിന്റെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു എക്സ് ഹൈറ്റ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അത് എത്രത്തോളം വലിപ്പം ഉണ്ടാവും. പിന്നെ സെപ്ലൈൻ എന്ന് പറഞ്ഞ ഒരു ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ, എനിക്കറിയില്ല, നിങ്ങൾക്ക് അത് ചെക്ക് ഔട്ട് ചെയ്യാം. ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സെപ്ലൈൻ. സോ ഇത്രേ ഉള്ളൂ. ദിസ് ഈസ് ദ 100 important terminologies a designer should know. And so that's it. ഭയങ്കര ലെങ്തി ആയി എന്നറിയാം. പക്ഷെ അത്രയും ടെർമിനോളജീസ് എടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത്ര യുനോ യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ഇതെല്ലാം ഓർത്ത് വെക്കണം നമ്മളിപ്പം ഡിസൈൻ ചെയ്യുമ്പോൾ. സോ ഹൗ വാസ് ദ ക്ലാസ്? എല്ലാവർക്കും എല്ലാം മനസ്സിലായോ? എല്ലാരും ഇറങ്ങിയോ? 7 പേരോ? താങ്ക്സ് ഡാ ചേർത്തെ. ഓക്കേ, അപ്പോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ബൈ ബൈ. ഓക്കെ, എന്നാ ശരിയാണ്.